അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹാർട്ടിൻ്റെ സ്ട്രക്ചറാണ്. ഹാർട്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് നമ്മളിന്ന് കവർ ചെയ്ത് തീരത്തില്ല, കാരണം അത്രയും കുറച്ച് ഇൻഡെപ്ത് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഹാർട്ടിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ സർഫസ് കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഈ 3D ഇമേജ് വെച്ചിട്ടുള്ള പഠനം നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും, നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അനാട്ടമി ആൻഡ് ഫിസിയോളജി അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. അപ്പോൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന് മുന്നോടിയായിട്ടല്ലേ നമ്മളെപ്പോഴും ഓരോ സിസ്റ്റവും ആ സിസ്റ്റത്തിൻ്റെ അനാട്ടമിയും അതിൻ്റെ ഫിസിയോളജിയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വരുന്ന ഡീവിയേഷൻസും ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ട് എങ്ങനെയെന്നും എന്തുകൊണ്ട് വരുന്നുവെന്നും എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള കാര്യം കൂടെ കൃത്യമായി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക, ഓരോ കാര്യങ്ങളും ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി പോവുക. മാത്രമല്ല നമുക്ക് തൊട്ട് മുന്നേ വന്നിട്ടുള്ള പല പരീക്ഷകളിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും അറിയാമല്ലോ, ഡെപ്ത് കൂടി വരികയാണല്ലേ പല ചോദ്യങ്ങളുടെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, വളരെ സീരിയസ് ആയിട്ട് വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. നിങ്ങൾ ഈ ക്ലാസ് കാണാൻ തുടങ്ങുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് DND മോഡ് ഓൺ ആക്കി ഇടുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ പരീക്ഷാ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഠിക്കുക. നമുക്കറിയാം, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ക്ലാസ് നമ്മളെല്ലാം കാണാറുണ്ട്, നമുക്ക് ഇഷ്ടമാണ് ക്ലാസ് കാണാൻ അല്ലേ, പഠിക്കാറുണ്ട്. അതിനോടൊപ്പമുള്ള പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യം അല്ലേ. എന്ന് പറയുമ്പോഴത്തേക്കും പരീക്ഷ നമ്മൾ കൃത്യമായിട്ട് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ നോളജിനെ ക്ലിയർ കട്ടായിട്ട് കട്ടൗട്ടാക്കി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആക്കി നിർത്തിയാൽ മക്കളെ നമുക്ക് MCQ പ്രാക്ടീസ് മുന്നോട്ട് വന്നാലേ പരീക്ഷ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ, എവിടെ ഫൈനൽ എക്സാമിനേഷൻ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സാമിനേഷൻ എഴുതിയുള്ള പ്രാക്ടീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നല്ല രീതിക്ക് എഫേർട്ട് ഇട്ട് നിന്നാൽ മാത്രമേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. നമ്മുടെ CVSൽ പ്രധാനമായിട്ട് വരുന്ന ഹാർട്ടാണ് അല്ലേ, ഹാർട്ടിൻ്റെ സ്ട്രക്ചർ. ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങുന്ന ഓർഗൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഹാർട്ടാണ് അല്ലേ. ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ മരണത്തിന് കീഴടങ്ങാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കണ്ടക്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കണ്ടക്റ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ CVS അല്ലേ, കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്ന CVS. അതിലുള്ള കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ബ്ലഡാണ്. ബ്ലഡിനെ കൃത്യമായിട്ട് പമ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ രോമങ്ങളുടെ പോലും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും കാര്യങ്ങളെല്ലാം നമ്മുടെ ഓരോ സെല്ലുകൾക്കും പ്രദാനം ചെയ്യുക. അതുപോലെ ഓരോ സെല്ലും ഉണ്ടാകുന്ന സെൽ റെസ്പിറേഷൻ്റെ ഭാഗമായി വരുന്ന ബൈ പ്രൊഡക്ട്സിനെ തിരിച്ച് എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സുപ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ആര് നിർവഹിക്കുന്നത്, നമ്മുടെ ഈ പറഞ്ഞ CVS എന്ന് പറയുന്ന സിസ്റ്റം നിർവഹിക്കുന്നത് അല്ലേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ് നമ്മുടെ CVS എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. പ്രധാനമായിട്ടും CVSൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, അതുപോലെ നമുക്ക് ഹാർട്ടിൻ്റെ ലൊക്കേഷൻ മെഷർമെൻറ്റ്സ് പറയുന്നുണ്ട്, അതുപോലെ സർഫസ് ആൻഡ് ബോർഡേഴ്സ് പറയുന്നുണ്ട്, പിന്നെ ഇൻഫൻറ്റിബിലിറ്റി കുറിച്ചും TOFനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ സർഫസുകൾ പറയുമ്പോഴത്തേക്കും അതിനകത്തൊന്ന് കണക്ഷനായി വരുന്നതുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ മെഡ്സർജിൽ പഠിക്കുന്ന ഭാഗമാണ്. എന്നാൽ കൂടിയും നമുക്കിവിടെ ഒന്ന് കണക്ട് ചെയ്ത് പോയാലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹാർട്ടിൻ്റെ സ്ട്രക്ചറാണ്. ഹാർട്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് നമ്മളിന്ന് കവർ ചെയ്ത് തീരത്തില്ല, കാരണം അത്രയും കുറച്ച് ഇൻഡെപ്ത് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഹാർട്ടിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ സർഫസ് കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഈ 3D ഇമേജ് വെച്ചിട്ടുള്ള പഠനം നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും, നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കത് എല്ലാം കണ്ടും തൊട്ടും അറിഞ്ഞും കേട്ടും തന്നെ പഠിക്കാം. പലപ്പോഴും നമുക്ക് കട്ടൗട്ട് ആയിട്ടുള്ള പല ചിത്രങ്ങളിലും നമുക്ക് പൾമോണറി ആർട്ടറി ഒന്നും കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല, അതിൻ്റെ പ്രവർത്തനമൊന്നും അറിയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ 3D ഇമേജൊക്കെ വെച്ച് നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാം. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് CVSൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ തുടക്കത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോക്കാം. CVS വൺ ഓഫ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് അവർ ബോഡി. നമുക്കറിയാം ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണല്ലേ. എന്തിനേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? പ്രധാനമായിട്ടും
ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റിനെ തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സെല്ലുകളിലേക്ക് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ സെല്ലുകളിൽ നിന്ന് തിരിച്ച് വേസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരുന്നു. അതുപോലെ ഹോർമോണുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലേ. ഇതിനെല്ലാം കൂടെ സഹായിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് നമ്മുടെ എന്ത് പറയുന്നത് CVS എന്ന് പറയുന്നത്. അപ്പോൾ CVSൽ പ്രധാനമായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഹാർട്ട് ഉണ്ട് അല്ലേ, ഹാർട്ട് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് ബ്ലഡ് വെസൽസ് അല്ലേ, ബ്ലഡ് വെസൽസിന്റെ ഒരു ക്ലോസ്ഡ് സിസ്റ്റം കൂടിയാണ്. നമുക്കറിയാം ഹാർട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ഏട്രിയിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്യുകയും അതുപോലെ നമ്മുടെ അയോർട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും അല്ലെ, ഓരോ ഭാഗങ്ങളിലേക്ക് എത്തിച്ച സെല്ലുലാർ ലെവലിലേക്ക് നമുക്ക് ഓക്സിജൻസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണോടാ, ഇതുപോലെ ബ്ലഡ് വെസൽസ് വെച്ച് പറ്റത്തില്ല. അതിനകത്ത് എന്ത് വേണം? കുഞ്ഞു കുഞ്ഞു കാപ്പിലറീസ് ആണ് അല്ലേ. അപ്പോൾ കാപ്പിലറീസിന്റെ അവിടെ വെച്ചിട്ട് ഓരോ സെല്ലുകൾക്കും ഈ ആവശ്യമായിട്ടുള്ള ഓക്സിജനും ഇത് വഹിച്ചുകൊണ്ടു പോകുന്ന ന്യൂട്രിയൻസും പ്രദാനം ചെയ്തതിന് ശേഷം തിരിച്ച് ഓരോ സെല്ലിലും ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സിനെ എന്തിനൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയും മറ്റ് ഇതര വേസ്റ്റ് സെൽ വേസ്റ്റുകളെയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന തരത്തിലല്ലേ. അത് ഏത് വഴിയാണ്? പിന്നെ ആദ്യം നമുക്ക് എന്തായിട്ട് മാറും? നമ്മുടെ അയോർട്ട, പിന്നെ ആർട്ടറീസ്, പിന്നെ ആർട്ടീരിയോൾസ് ആയിട്ട് മാറും. ഇതെല്ലാം കഴിഞ്ഞ അവസാനം കാപ്പിലറീസ് ആയിട്ട് മാറും അല്ലേ. അങ്ങനെ കാപ്പിലറീസ് ആയിട്ട് മാറിയതിന് ശേഷം പിന്നെ വെന്യൂൾസ് ആയിട്ട് മാറും. വെന്യൂൾസ് കൂടി ചെന്ന് വെയിൻസ് ആയിട്ട് മാറും അല്ലേ. പിന്നെ രണ്ട് പ്രധാനപ്പെട്ട വെയിനുകൾ ചേർന്ന് നമ്മുടെ ബ്ലഡിനെ തിരിച്ച് എവിടെ കൊണ്ടുവരും? റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. സോ ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് ബ്ലഡ് വെസൽസ് അല്ലേ, അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതുപോലെ മറ്റൊരു പേര് എന്താണ്? ആൾസോ നോൺ ആസ് ദ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് എന്തറിയപ്പെടുന്നു? CVS അറിയപ്പെടുന്നു. ഫങ്ഷൻസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറയുകയാണ്. ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി അല്ലേ. എന്താണ്? ബ്ലഡ് എന്ന് പറയുന്ന കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പാർട്ടുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കലാണ് എന്താ CVSന്റെ ആദ്യത്തെ ധർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഏതാണ്? ബ്ലഡ് ആണ് അല്ലേ. ഇനി ഒരു വെഹിക്കിൾ ഉണ്ട്, എന്താണെന്ന് അറിയാമോ? എന്താണ്? ലിംഫാറ്റിക് സിസ്റ്റം. അതുപോലെ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണ് നമുക്കറിയാം. അവിടുത്തെ കണക്റ്റീവ് ടിഷ്യൂ എന്താണ്? ലിംഫാണ്. ഇവിടെ എന്താണ്? ഇവിടുത്തെ കണക്റ്റീവ് ടിഷ്യൂ എന്താണ്? ബ്ലഡ് ആണ്, നമുക്കറിയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ്? ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ന്യൂട്രിയൻസിനെയും സെൽ വേസ്റ്റിനെയും ഹോർമോണിനെയും എല്ലാം എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ബ്ലഡിന്റെ ധർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ബോഡിയുടെ മറ്റു വൈറ്റൽ ഫംഗ്ഷൻസ് ആയ ഹോമിയോസ്റ്റാസ് പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള വസ്തുക്കളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ബ്ലഡ് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഈ ഭാഗത്തും ചോദിക്കത്തില്ല. ഈ ഒരു ഇൻട്രഡക്ഷൻ ഭാഗത്ത് നമുക്ക് ചോദിക്കത്തില്ല. ഇനി നമുക്ക് നോക്കാം സർക്കുലേറ്ററി സിസ്റ്റം എന്തൊക്കെയുണ്ട് മക്കളെ. ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? ഹാർട്ട് ഉണ്ട് അല്ലേ, 2 ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് വെസൽസിന് നമ്മൾ പ്രധാനമായിട്ടും ആർട്ടറീസ് എന്നും വെയിൻസ് എന്നും കാപ്പിലറീസും തിരിച്ചിരിക്കുന്നു. ആർട്ടറി എന്ന് പറയുമ്പോൾ കൃത്യമായ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവർക്കും നമുക്ക് അറിയുന്ന കാര്യമാണ്, മനസ്സിലാക്കി വെച്ചേക്കുക ഒന്നും കൂടി. എന്താണ്? ദ വെസൽസ് ദാറ്റ് വിച്ച് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ഹാർട്ട്, അതിനാണ് നമ്മൾ ആർട്ടറി എന്ന് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അതുപോലെ വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വെയിൻസ് ദാറ്റ് ക്യാരീസ് ബ്ലഡ് ടുവേർഡ്സ് ഹാർട്ട്, ഇതിനെ നമ്മൾ എന്ന് വിളിക്കും? വെയിൻ എന്നും വിളിക്കും. നമുക്കിത് കണ്ടാൽ കൃത്യമായിട്ട് അറിയാം. 2 തരത്തിൽ സർക്കുലേഷൻ, പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും കൃത്യമായിട്ട് നമുക്കിവിടെ ഒരു ഗിഫ് വഴി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, നമുക്കിത് കൃത്യമായിട്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. നോക്കാം, ലെഫ്റ്റ് സൈഡിൽ നിന്ന് പമ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം വെയിൻസ്, പിന്നെ വെന്യൂൾസ് ആയിട്ട് മാറിയിട്ട് കാപ്പിലറി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിന്റെ എക്സ്ചേഞ്ച് സംഭവിച്ചതിന് ശേഷം തിരിച്ച് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? നേരെ റൈറ്റ് സൈഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു അല്ലെ. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും പമ്പ് ചെയ്ത് പിന്നെ പൾമണറി സർക്കുലേഷൻ കിടക്കുന്നു. അപ്പോൾ പൾമണറി ആർട്ടറി എന്ത് ചെയ്യുന്നു? ഈ ഡീഓക്സിജൻ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലങ്സിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഓക്സിജനേഷൻ നടക്കുകയും പൾമണറി വെയിൻ നേരെ തിരിച്ച് എവിടെ? നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിൽ ഈ ബ്ലഡിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദ സൈക്കിൾ റിപ്പീറ്റ്സ്. ഇത് നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ CVSനെ കുറിച്ചുള്ളൊരു ഏകദേശ രൂപം. ഇനി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹാർട്ടിലേക്ക് കടക്കുകയാണ്. ഹാർട്ടിന്റെ സ്ട്രക്ചറാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം കേട്ടോ. നോക്കാം, ഹാർട്ട് ഈസ് എ 4 ചേമ്പേർഡ് ഹോളോ മസ്കുലർ ഓർഗൻ. എത്ര സൈസ് വരും? അപ്രോക്സിമേറ്റ്ലി ദ സൈസ് ഓഫ് എ ക്ലെഞ്ച്ഡ് ഫിസ്റ്റ്. നമ്മുടെ ഒരു മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ നമുക്ക് ഏകദേശം അത്ര വരും. അതിനേക്കാൾ ഇച്ചുകൂടെ വലുപ്പം ഉണ്ടാക്കി നമ്മുടെ ഹാർട്ടിന് അല്ലെ. 4 ചേമ്പർ എന്ന് നമുക്കറിയാം. അതൊരു ഹോളോ ഓർഗൻ ആണെന്നറിയാം, മസ്കുലാർ ഓർഗൻ ആണെന്ന് നമുക്ക് അറിയാം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹാർട്ടിന് മറ്റേ ഷേപ്പ് പറഞ്ഞാൽ എന്താണ്? പിരമിഡൽ ഇൻ ഷേപ്പ്. പിരമിഡ് പോലത്തെ ഷേപ്പാണ് അല്ലേ. പിരമിഡിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഷേപ്പാണ് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്? നേരെ തിരിച്ചാണ്. എപ്പോഴും അപ്പെക്സ് താഴെയും ബേസ് മുകളിലുമാണ് ഹാർട്ടിന്റെ പ്രത്യേകത. സാധാരണ ഏത് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും മുകളിൽ കാണുന്ന സാധനം നമ്മൾ അപ്പെക്സ് എന്ന് വിളിക്കുക, താഴെ കാണുന്ന ബേസ് എന്ന് വിളിക്കും. ഹാർട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് പിരമിഡൽ ഷേപ്പാണ്. തല തിരിച്ചു വെച്ച ഒരു പിരമിഡൽ ഷേപ്പാണ് ഇതിനുള്ളത്, ഹാർട്ടിനുള്ളത്. ഇനി നമുക്ക് അറിയാവുന്ന സിമ്പിൾ കാര്യങ്ങൾ. ഹാർട്ട് പമ്പ്സ് ബ്ലഡ് ഇൻ ടു ദ വെസൽസ്.
വെസൽസ് അല്ലേ, മറ്റുള്ള വെസൽസിലേക്ക് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ ത്രൂ ഔട്ട് ദ ബോഡി ആൻഡ് ട്രാൻസ്ഫേഴ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ആൻഡ് റിമൂവ് CO2 വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ടിഷ്യൂസ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ആൾ വെർട്ടിബ്രേറ്റ്സ് ഹാവ് മസ്കുലാർ ചേമ്പേർഡ് ഹാർട്ട് അല്ലേ. വെർട്ടിബ്രേറ്റ്സ് ആയിട്ടുള്ള എല്ലാ ആനിമൽസിനും എന്തുണ്ട്, മസ്കുലാർ ചേമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്. അത് സിംഗിൾ ചേമ്പർ ആണോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡ്യുവൽ ചേമ്പർ ഉള്ള ഹാർട്ടുള്ള ജീവികളുണ്ട്. നമുക്ക് എന്താണ് 4 ചേമ്പർ ആണ് ഉള്ളത് അല്ലേ. ഇനി നോക്കാം, ഹാർട്ട് ഈസ് ദ ഫസ്റ്റ് ഓർഗൻ ടു സ്റ്റാർട്ട് ഫംഗ്ഷൻ ഇൻ ഹ്യൂമൻ എംബ്രിയോ അല്ലേ. ഹ്യൂമൻ എംബ്രിയോയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന ആദ്യത്തെ ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്താണ്, ഹാർട്ടാണ് അല്ലേ, ഹാർട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഫസ്റ്റ് ചോദ്യം ഇവിടെ കിടപ്പുണ്ട്, ഹാർട്ട് എങ്ങനെയാണ് നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗനാണ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് കേട്ടോ. ഹാർട്ട് ഈസ് ഡാഷ് അല്ലെ, എങ്ങനെ വെച്ചാൽ മീസോഡെർമലി ഡിറൈവ്ഡ്, എക്ടോഡെർമലി ഡിറൈവ്ഡ് അല്ലെങ്കിൽ എൻഡോഡെർമലി ഡിറൈവ്ഡ്. ഇതൊരു എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാൽ എക്ടോഡെർം കാണാൻ പറ്റും, മീസോഡെർം കാണാൻ പറ്റും, എൻഡോഡെർം കാണാൻ പറ്റും. കൃത്യമായിട്ട് ചോദിച്ചാൽ ഹാർട്ട് മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ ആണെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹാർട്ട് എങ്ങനെയാണ് മക്കളെ, മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ ആണ് ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാം ഹാർട്ടിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും, ഒരു കുഴപ്പമില്ല അല്ലേ, നമുക്കത് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഒന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം, എന്താണെന്നും എന്തായില്ല എന്നും പഠിച്ചാലേ നമുക്ക് PSC പഠിത്തമാവുള്ളൂ അല്ലേ. നോക്കാം, ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഒബ്ലീക്ലി അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മീഡിയാസ്റ്റൈനം. മീഡിയാസ്റ്റൈനം എന്താണ് നമുക്കറിയാം. എന്താണ് മീഡിയാസ്റ്റൈനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹാർട്ട് വയ്ക്കാൻ വേണ്ടി കുറച്ച് ഭാഗം അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 3 ബോഡി ക്യാവിറ്റീസ് ആണുള്ളത്. 1 തൊറാസിക് ക്യാവിറ്റി, 2 അബ്ഡോമിനൽ ക്യാവിറ്റി, 3 പെൽവിക് ക്യാവിറ്റി അല്ലേ. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയും നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സാധനം കൂടെ നമുക്കറിയാം, ഡയഫ്രം അല്ലേ. അപ്പോൾ ഡയഫ്രവും നമ്മുടെ റിബ് കേജ് അല്ലേ, ഫ്രണ്ടിൽ ആന്റീരിയർ ആയിട്ട് സ്റ്റേർണം ഉണ്ട്, ബാക്കിൽ തൊറാസിക് വെർട്ടിബ്രേ ഉണ്ട്, സൈഡിലാകുമ്പോഴത്തേക്കും റിബും ഉണ്ട്, അതിന്റെ കൂടെ എന്തുണ്ട്, ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എന്തുണ്ടാവുക, നമ്മുടെ തൊറാസിക് ക്യാവിറ്റി ഉണ്ടായിരിക്കുക. തൊറാസിക് ക്യാവിറ്റിയുടെ ഉള്ളിലാണ് നമ്മുടെ ഏറ്റവും വൈറ്റിലായിട്ടുള്ള എന്തെല്ലാം ഉള്ളത്, നമ്മുടെ ലങ്സും ഉള്ളത്, ഹാർട്ടും ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ഹാർട്ടിനെ വെക്കാൻ വേണ്ടിയിട്ട് 2 ലങ്സിൻ്റെയും ഇടയിൽ ഹാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, അതിൻ്റെ പുറമേ ആയിട്ട് ആദ്യം ഒരു എന്ത് വെച്ചെങ്കിലും ലങ്സ് വെച്ചേക്കുന്നു. എന്നതാ ലങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, എയർ ബാഗ് പോലെ അല്ലേ. വണ്ടി ഇടിച്ചാൽ നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി എയർ ബാഗിലെ നമ്മൾ അടുത്ത് വരുന്നത്. പെട്ടെന്നൊരു ഇടിയോ തട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിനൊന്നും പറ്റാൻ പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ എയർ ബാഗ്, അതിൻ്റെ പിന്നാലെ പിന്നെ പ്ലൂറ ഉണ്ട് അല്ലേ. പിന്നെ അതും കഴിഞ്ഞിട്ട് നമുക്ക് റിബ് കേജ്, ഇങ്ങനെ ഭയങ്കരമായ ആവരണമാണ് നമ്മുടെ ഈ പറഞ്ഞ ഹാർട്ടിന് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഹാർട്ട് എവിടെയായിരിക്കുന്നത്, ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഒബ്ലീക്ലി അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മീഡിയാസ്റ്റൈനം. മീഡിയാസ്റ്റൈനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ലങ്സിന് ഇടയിലുള്ള സ്പേസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കുന്നത്, ഒബ്ലീക്ലി ഒരു ചരിഞ്ഞ്, നേരെ സ്ട്രെയിറ്റ് ആയിട്ടോ വെർട്ടിക്കലായിട്ടൊന്നും അല്ല, ഒരു ചെറിയ ചരിവുണ്ടല്ലോ, ഇങ്ങനെ ചരിഞ്ഞായിരിക്കുന്നത് അല്ലേ. എങ്ങനെ ചരിഞ്ഞ, അതുകൊണ്ട് ഒബ്ലീക്ലി എന്ന് പറഞ്ഞു. ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഒബ്ലീക്ലി അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി മീഡിയാസ്റ്റൈനം. എന്താ മീഡിയാസ്റ്റൈനം, സ്പേസ് ബിറ്റ്വീൻ 2 ലങ്സ് ആണല്ലേ. അതുപോലെ ശ്രദ്ധിക്കുക, ഏതൊക്കെ വെർട്ടിബ്ര, T5 T8 അല്ലെ, T2 അല്ലെ, T5നും T2നും ഇടയിലാണ് നമ്മുടെ ഈ ഹാർട്ട് കാണപ്പെടുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, ഈ രണ്ടാമത്തെ റിബ്സിന്റെ സൈഡ് അല്ലേ, രണ്ടാമത്തെയും ഈ 5ാമത്തെയും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്, T5 തൊറാസിക് വെർട്ടിബ്രെ നമ്പർ 2ലാണ് എന്ത്, അതിന്റെ ബേസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തൊറാസിക് വെർട്ടിബ്രെ നമ്പർ 5ലാണ് അതിന്റെ അപ്പെക്സ് നമുക്ക് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്. അപ്പോൾ എവിടെയാണ് ഹാർട്ട്, എവിടെ ഇരിക്കുന്നത്, മീഡിയാസ്റ്റൈനത്തിലാണ്. അത് ഒബ്ലീക്ലി അല്ലേ, ഇടതുവശത്തേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുപോലെ ഇൻ ബിറ്റ്വീൻ T5 ആൻഡ് T2 അല്ലെ, തൊറാസിക് വെർട്ടിബ്രേ നമ്പർ 2നും 5നും ഇടയിലാണ് എന്തുണ്ടാവുക, ഹാർട്ട് ഉണ്ടാവുക. ഇനി ആ ഒബ്ലീക്ക്, ആ ചരിവ് എങ്ങനെയാണെന്ന് നോക്കാം. എബൌട്ട് 2/3 ഓഫ് പാർട്ട് ഓഫ് എന്തെങ്കിലും എവിടെയാണ് വരുന്നത്, ലെഫ്റ്റ് ടു സ്റ്റേണം ആണ്. സ്റ്റേണം നമുക്ക് എന്താണ്, മിഡ് ലൈനിലാണ് വരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് സ്റ്റേണം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, സ്റ്റേണം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, 2/3 പാർട്ടും സ്റ്റേണത്തിന്റെ ലെഫ്റ്റിലോട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ 1/3 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗം നമുക്ക് ഇത്രയും വരും ഹാർട്ടിന്റെ ഭാഗം, റൈറ്റ് ടു സ്റ്റേണമാണ് 1/3 ഇരിക്കുന്നത് അല്ലേ. ഇത്രയും നമുക്ക് അറിയാം. അപ്പോൾ ഇത്തരത്തില് ലെഫ്റ്റ് സൈഡാണ് ഹാർട്ടിന്റെ ഓറിയന്റേഷൻ നമുക്കറിയാം.
അങ്ങനെയുള്ള സിറ്റുവേഷനെ നോർമൽ സിറ്റുവേഷൻ ഒറ്റ പേരിട്ട് വിളിക്കും. എന്താ? ലീവോകാർഡിയ. ലീവോകാർഡിയ, ലീവോകാർഡിയ. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ലീവോകാർഡിയ ഇതെന്താണ്? അബ്നോർമൽ സിറ്റുവേഷൻ അല്ല, നോർമൽ സിറ്റുവേഷൻ ആണ്. എങ്ങനെ? ഹാർട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ എന്ന് വിളിക്കും? ലീവോകാർഡിയ എന്ന് വിളിക്കും. അപ്പോൾ രണ്ട് അബ്നോർമൽ സിറ്റുവേഷൻ കൂടെ പഠിച്ചു വെച്ചേക്കണം. എന്താണ്? ഡെക്സ്ട്രോകാർഡിയയും മീസോകാർഡിയയും. ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതിനെ ലീവോകാർഡിയ എന്ന് വിളിക്കുന്നു. അതേസമയം ഹാർട്ട് ഈസ് സിറ്റുവേറ്റഡ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ thoracic cavity, ഇത് തിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കൺജന്റൽ പ്രോബ്ലം ആണ്, ജന്മന ഉണ്ടാകുന്ന പ്രോബ്ലം ആണ്. അത് നമ്മൾ എന്ന് വിളിക്കും? ഡെക്സ്ട്രോകാർഡിയ എന്ന് വിളിക്കും. അല്ലെ, എന്ത് വിളിക്കും മക്കളെ? ഡെക്സ്ട്രോകാർഡിയ എന്ന് വിളിക്കും. ലീവോകാർഡിയ, ഡെക്സ്ട്രോകാർഡിയ ആൻഡ് മീസോകാർഡിയ. മീസോ എന്ന് പറഞ്ഞാൽ മീഡിയൽ, അല്ലെ? മീഡിയൽ, നടുക്ക്. ഹാർട്ട് ഈസ് പൊസിഷൻ എന്താ? സെന്റർ ഓഫ് ദി തൊറാക്സ്. തൊറാക്സിന്റെ സെന്ററിലാണ്. നേരെ ഇങ്ങനെ എന്താണ്? ഈ ഒബ്ലീക്ക് ആയിട്ടുള്ള ചരിവൊന്നുമില്ല, നേരെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ന് വിളിക്കും? മീസോകാർഡിയ. ഇത് രണ്ടും അബ്നോർമൽ കണ്ടീഷൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഈ രണ്ട് പോയിന്റ് പഠിച്ചു വെച്ചേക്കണം, മറന്നു പോകില്ല. ഡെക്സ്ട്രോകാർഡിയ അതുപോലെ മീസോ പിന്നെ പഠിക്കും നമ്മൾ. എന്നാലും ഞാൻ ഈ പൊസിഷൻ പറഞ്ഞപ്പോഴത്തേക്കും രണ്ട് അബ്നോർമൽ ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഒന്നുകൂടെ കണ്ണടച്ച് ഓർത്തെടുത്തേ. ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ മീഡിയാസ്റ്റൈനം ഒബ്ലീക്ലി ടു ലെഫ്റ്റ് സൈഡ്, അല്ലേ? അതുപോലെ 2/3 ഓഫ് ദ പോർഷൻ ഈസ് പൊസിഷൻഡ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്റ്റേർണം ആൻഡ് 1/3 ഓഫ് ദ പൊസിഷൻ എത്രയാണ് വരുന്നത്? റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? എവിടെ? ബിറ്റ്വീൻ T5 ആൻഡ് T2. കണ്ണടച്ച് പറഞ്ഞു നോക്കണേ, നിങ്ങൾ കൂടെ പഠിച്ചു പോകണേ. നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂടെ പഠിച്ചുള്ള ക്ലാസ് ആണ്. ഇനി പഠിക്കാൻ വേണ്ടി സമയം നിങ്ങൾ ചിലവാക്കാൻ പാടില്ല. നോക്കാം. അതുപോലെ ഡെക്സ്ട്രോകാർഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ലെഫ്റ്റിലോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ ലീവോകാർഡിയ എന്ന് വിളിക്കുന്നു ആ ഒരു പൊസിഷനെ, അല്ലെ? ലെഫ്റ്റിലോട്ട്, ഇവിടെ ലെഫ്റ്റിലോട്ട് ക്ഷമിക്കണം, റൈറ്റിലോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഡെക്സ്ട്രോകാർഡിയ എന്ന് വിളിക്കുന്നു. ഇൻ ബിറ്റ്വീൻ നടുക്കോട്ട് തിരിഞ്ഞിരിക്കും എന്താണ്? മീസോ മീഡിയൽ, അല്ലെ? മീസോ ആ പേര് തന്നെ ഉണ്ട്. നിങ്ങൾ ലീവോ എന്ന് പഠിക്കുമ്പോൾ ലെഫ്റ്റ് എന്ന് പഠിച്ചാൽ മതി, അല്ലെ? മീസോ മീഡിയൽ, അല്ലെ? ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ആ പേരുകളൊന്നും മറന്നു നോക്കത്തില്ല. അപ്പോൾ ഡെക്സ്ട്രോ എന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് എന്താണ്? ഡെക്സ്ട്രോകാർഡിയ, ഡെക്സ്ട്രോകാർഡിയ. അപ്പോൾ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം മക്കളെ. ഒന്നുകൂടെ നോക്കാം. ഇതുവരെ പഠിച്ച കാര്യം ഇതിലിവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ എന്താ? ഒറ്റ കാര്യം എന്താണ് പഠിച്ചത്? എന്താണ്? ഹാർട്ട് ഈസ് ദ ഫസ്റ്റ് ഓർഗൻ ടു സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ഇൻ ആൻ ഹ്യൂമൻ എംബ്രിയോ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതുപോലെ എന്താണ്? ഇതൊരു മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ ആണെന്ന് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ ലൊക്കേഷൻ പഠിക്കുമ്പോഴത്തേക്ക് എന്താ? T2-നും T5-നും ഇടയ്ക്കാണെന്ന് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഒബ്ലീക്ലി അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മീഡിയാസ്റ്റൈനം എന്ന് പഠിച്ചു വെച്ചേക്കണം, അല്ലേ? അതുപോലെ എന്താണ് പഠിച്ചിരിക്കേണ്ടത്? ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഓറിയന്റേഷനെ, കറക്റ്റ് ഓറിയന്റേഷനെ നമ്മൾ എന്ന് വിളിക്കും? ലീവോകാർഡിയ എന്ന് വിളിക്കുന്നു. ആ ഓറിയന്റേഷൻ റൈറ്റ് സൈഡിലാണെങ്കിൽ ഡെക്സ്ട്രോകാർഡിയ എന്ന് വിളിക്കുന്നു. അതല്ല മീസോ മീഡിയൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ ആണെങ്കിൽ ഇത് മീസോകാർഡിയ എന്ന് നമ്മൾ വിളിക്കുന്നു, അല്ലേ? കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. ഇനി നമ്മൾ ഹാർട്ടിന്റെ വെയിറ്റ് നോക്കാം. വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് ഓൺ ആൻ ആവറേജ് 300 gram ആണ് മെയിൽസിൽ. ഫീമെയിൽ നോക്കുമ്പോഴത്തേക്ക് ആവറേജ് 250 gram ആണ്. ഇനി അതിന്റെ പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0.43% ഓഫ് ദ ടോട്ടൽ ബോഡി വെയിറ്റ് ആണ്. നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ അതൊരു ലീൻ മാസേ ഉദ്ദേശിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഒരാൾ അത്ര 200 കിലോ ഭാരം ഉണ്ടായിരുന്നു, അയാൾ ഇന്ന് ഭാരം കുറച്ച് 70 കിലോ ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഹാർട്ടിന്റെ വെയിറ്റ് കുറയുകയല്ല. അത് ലീൻ വെയിറ്റ് അല്ല, അതെന്താണ്? ഫാറ്റും കൂടെ ചേർത്തുള്ള വെയിറ്റ് ആണ്, അല്ലേ? നമുക്ക് ലീൻ വെയിറ്റിന്റെ 0.43% ആണ് എന്ത്? ഹാർട്ടിന് സാധാരണ ഭാരം വരിക. ഇനി സൈസ് നോക്കിക്കഴിഞ്ഞാൽ സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 12.96 സെന്റിമീറ്റർ. 12, 9 ആൻഡ് 6. അപ്പോൾ നോക്കാം. 12 നീളം, അതുപോലെ വീതി, പിന്നെ ഡെപ്ത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്ന. സൈസും കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഷേപ്പ് നമുക്കറിയാം, കോണിക്കൽ ഷേപ്പാണ്, അല്ലെങ്കിൽ എന്ന് വിളിക്കാം പിരമിഡൽ ഷേപ്പാണെന്ന് വിളിക്കാം, അല്ലേ? അതുപോലെ നമുക്കൊരു ഷേപ്പ് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ലാർജ് ദാൻ എ ക്ലെഞ്ച്ഡ് ഫിസ്റ്റ്. നമ്മുടെ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയേക്കാളും കുറച്ചും കൂടെ വലുപ്പം ഉണ്ടെന്ത് നമ്മുടെ ഹാർട്ടിന്. ഒരു കാര്യമില്ല, വളരെ പെട്ടെന്ന് 0.43% ഓഫ് ദ ടോട്ടൽ ബോഡി വെയിറ്റ്, ലീൻ വെയിറ്റിന്റെ 0.43% എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ബാക്കി 250 gram 300 gram നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലേ? ഇനി നമുക്ക് ഹാർട്ടിന്റെ പ്രധാനപ്പെട്ട സർഫസുകളെ കുറിച്ച് പഠിക്കാം. സർഫസുകളെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഓരോ സർഫസ് ഏതൊക്കെ അറകൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ഓറിയന്റേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരണം. അപ്പോൾ നിങ്ങളിത് കാണാതെ പഠിച്ച് എഴുതേണ്ടുന്ന കാര്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഒരു കാരണം വെച്ചാൽ ഇത് കാണാതെ പഠിച്ചെഴുതുക. സർഫസുകളോ അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്ത് കാണാതെ പഠിച്ച് എഴുതേണ്ട ആവശ്യമില്ല. നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് സർഫസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം: ബേസും അപ്പെക്സും. ബേസും അപ്പെക്സും. ഹാർട്ടിന്റെ കാര്യത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഹാർട്ട് ഡസിൻ റെസ്റ്റ് ഓൺ ഇറ്റ്സ് ബേസ്. സാധാരണ എല്ലാ സാധനവും റെസ്റ്റ് ചെയ്യുന്ന ബ്രോഡർ ആയിട്ടുള്ള സർഫസ് നമ്മൾ എന്ന് പറയുക ബേസ് എന്ന് പറയുക. പക്ഷേ ഹാർട്ട് റെസ്റ്റ് ചെയ്യുന്നത് അപ്പെക്സിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. നേരെ തലതിരിഞ്ഞിരിക്കുന്ന ഓർഗനാണ്, നമുക്കറിയാം.
ഓക്കെ, അപ്പൊ നോക്കാം ബേസ് നോക്കാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് പോസ്റ്റീരിയർലി ആൻഡ് ഫോംഡ് മെയിൻലി ബൈ ലെഫ്റ്റ് ഏട്രിയം. നോക്കാം, ലെഫ്റ്റ് ഏട്രിയം. എങ്ങനെ ബേസ് ഏത് ഭാഗത്തേക്കാണ് ഇരിക്കുന്നത്? ബേസ് ഏത് ഭാഗത്തേക്ക് ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ബേസ് ഏത് ഭാഗത്തേക്ക് ഇരിക്കുന്നത്? ഏകദേശം ബാക്കിലോട്ട് തിരിഞ്ഞാണ് ഈ ബേസ് ഇരിക്കുന്നത്. ഞാൻ ആ 3D മോഡൽ ഇപ്പോൾ എടുക്കാം കേട്ടോ. അതുപോലെ ഫോംഡ് മെയിൻലി ബൈ ലെഫ്റ്റ് ഏട്രിയം. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ക്രോസ് കട്ട് സെക്ഷനാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഈ ബേസും അപ്പെക്സും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ബേസിന്റെ പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് 3D മോഡലിലേക്ക് പോകാം. ലൊക്കേറ്റഡ് പോസ്റ്റീരിയർലി ആൻഡ് ഫോംഡ് മെയിൻലി ബൈ ലെഫ്റ്റ് ഏട്രിയം. പോസ്റ്റീരിയർലി ആൻഡ് ഫോംഡ് മെയിൻലി ബൈ ലെഫ്റ്റ് ഏട്രിയം. ബേസ് ലൊക്കേറ്റഡ് എങ്ങനെ? പോസ്റ്റീരിയർ ബാക്കിലോട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് ഏട്രിയം ആണ് പ്രധാനമായിട്ടും ബേസിലുള്ളത്. അതുപോലെ സുപ്പീരിയർ ബ്രോഡ് സർഫസ് ഓഫ് ഹാർട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്തിനെ? ബേസിനെ. മുകളിലുള്ള ബ്രോഡ് സർഫസ് ഓഫ് ഹാർട്ട് എന്ന് വിളിക്കാം, ബേസിനെ വിളിക്കാം. അതുപോലെ ദാറ്റ് ഈസ് ഡയറക്റ്റഡ് പോസ്റ്റീരിയർലി സുപ്പീരിയർലി ടു ദ റൈറ്റ്. ഏകദേശം റൈറ്റിലേക്ക് തിരിഞ്ഞ് അല്ലെ ബാക്കിലോട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. സിറ്റുവേറ്റഡ് അറ്റ് ദ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്. രണ്ടാമത്തെ ഇന്റർകോസ്റ്റൽ സ്പേസിന്റെ അടുത്താണ് നമുക്ക് ബേസ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അതായത് നമുക്ക് നേരത്തെ പറഞ്ഞു ബേസ് ബാക്കിലാണെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്? ഫോംഡ് ബൈ ലെഫ്റ്റ് ഏട്രിയം. മെയിനായിട്ട് പ്രധാനമായിട്ടും ലെഫ്റ്റ് ഏട്രിയമാണ് ബേസിലുള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ആന്റീരിയർ സർഫസ്. ബാക്കിലോട്ട് നോക്കാം, ബാക്കിലോട്ട് തിരിച്ചു നോക്കാടെ. ബാക്കിലോട്ട് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ബാക്ക് സൈഡ് അല്ലേ. കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണ്? ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്, ഇത് റൈറ്റ് വെൻട്രിക്കിൾ ആണ് അല്ലെ. ഇതാണ് ഇതിന്റെ ബേസ് ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. ബാക്ക് ഈ ഭാഗം എന്താണ് ബാക്കിലോട്ടിരിക്കുന്ന ബാക്ക് വൈഡർ ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ എന്ന് പറയാ ബേസ് എന്ന് പറയുക അല്ലെ. ഇത് ഇങ്ങനെയാണ് തിരിഞ്ഞു വരുന്നത്. കൃത്യമായിട്ട് ആ ഓറിയന്റേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹാർട്ട് ഇതുപോലെയാണ് ഫ്രണ്ടിലുള്ള വ്യൂ വരുന്നത്. ബാക്കിലുള്ള വ്യൂ വരുമ്പോഴത്തേക്കും എന്താണ്? ഈ ലെഫ്റ്റ് ഏട്രിയമാണ് നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഇനി മറന്നുപോകില്ലല്ലോ. മറന്നു പോകാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിൽ കൃത്യമായിട്ട് നോക്കിയാൽ ലൊക്കേറ്റഡ് പോസ്റ്റീരിയർലി ബാക്കിലോട്ടിരിക്കുന്നു ആൻഡ് ഫോംഡ് മെയിൻലി ബൈ ലെഫ്റ്റ് ഏട്രിയം. കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ലേ? ഇനി മാറിപ്പോകത്തില്ലല്ലോ. അതുപോലെ ഡയറക്റ്റഡ് പോസ്റ്റീരിയർലി സൂപ്പർലി ടു ദ റൈറ്റ് ഭാഗത്തേക്ക് തിരിഞ്ഞു ബാക്കിലോട്ട് തിരിഞ്ഞാണ് ബേസ് ഇരിക്കുന്നത് മനസ്സിലാക്കി. അതുപോലെ രണ്ടാമത്തെ ഇന്റർകോസ്റ്റൽ സ്പേസിന്റെ ഭാഗത്താണ് ബേസ് കാണപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കി. നോട്ട് ഇത് പ്രത്യേകം ഓർത്ത് ഹാർട്ട് ഡസന്റ് റെസ്റ്റ് ഓൺ ഇറ്റ്സ് ബേസ്. ബേസിലല്ല ഹാർട്ട് റെസ്റ്റ് ചെയ്യുന്നത്, അതെവിടെയാണ്? അപ്പെക്സിലാണ്. അപ്പം ബേസിനെ കുറിച്ച് വ്യക്തമായ ധാരണ വന്നു. ഇനി അപ്പെക്സ് നോക്കാം. അപ്പെക്സ് പോയിന്റഡ് എൻഡ് ഓഫ് ദ ഹാർട്ട് അല്ലെ. അത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു? ഇൻഫീരിയർലി അല്ലെ. ഇത് പഠിക്കാൻ നമുക്ക് ഇത് തന്നെ പഠിച്ചാൽ മാത്രം മതി അല്ലെ. അപ്പെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് എ പോയിന്റഡ് എൻഡ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻഫീരിയർലി. താഴേക്കാണ് ഇത് പ്ലേസ് ആയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ആന്റീരിയർലി ഇൻഫീരിയർലി ആൻഡ് ടു ദ ലെഫ്റ്റ് അല്ലെ. എങ്ങനെ? വെറുതെ എങ്ങനെയാണ് ഇൻഫീരിയർലി പറഞ്ഞാൽ പോരാ. ഏകദേശം എന്താണ് നേരത്തെ പറഞ്ഞു ബേസ് പോസ്റ്റീരിയർ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പെക്സ് ആന്റീരിയർ ഭാഗത്തേക്കാണ് അല്ലെ. അപ്പെക്സ് ആന്റീരിയർ ഭാഗത്തേക്കാണ്, അതുപോലെ താഴത്തേക്കാണ്, അതുപോലെ ലെഫ്റ്റിലേക്ക് ചരിഞ്ഞാണ് അല്ലെ. അപ്പൊ നമുക്ക് അപ്പെക്സ് എന്താണ്? ആന്റീരിയർ ഭാഗത്തിലേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ്, അതുപോലെ എങ്ങോട്ടുമാണ്? ഇൻഫീരിയർ സൈഡിലേക്കുമാണ് അല്ലെ. ഇൻഫീരിയർലി ആന്റീരിയർലി ആൻഡ് ദ ലെഫ്റ്റ് സൈഡ്. ഇതാണ് അതിന്റെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലൊന്ന് ഓർത്തിരുന്നാൽ അത് ഓർക്കാൻ പറ്റും. അതുപോലെ ഫോംഡ് ബൈ ദ ടിപ്പ് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. കണ്ടോ? ലെഫ്റ്റ് വെൻട്രിക്കിൾ കണ്ടോ? ഇത് കണ്ടില്ലേ? ഈ പറഞ്ഞ അപ്പെക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ഇറ്റ് ഈസ് എന്താണ്? നമ്മുടെ അപ്പെക്സ് ഈസ് ഫോംഡ് ബൈ ദ ടിപ്പ് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇനി അത് മറന്നു പോകത്തില്ല. എടാ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തിരിഞ്ഞു പോകുമായിരുന്നു. നമ്മുടെ ലെഫ്റ്റ് അല്ല ഇതിന് ലെഫ്റ്റ്. നമ്മൾ ഒരാളിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയല്ലേ കൊടുക്കുക? അപ്പൊ അവൻ ലെഫ്റ്റ് ഇവിടെ നിന്ന് വരുന്നതല്ലേ? അതെ അല്ലേ. നമ്മൾ റൈറ്റ് ഹാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇതാണ് റൈറ്റ് സൈഡ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്. മറന്നുപോകല്ലേ. കുഞ്ഞുനാളിൽ പഠിക്കാൻ നേരത്ത് റൈറ്റും ലെഫ്റ്റ് മാറാതിരിക്കാൻ വേണ്ടി ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന ആലോചിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ആ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടും. അപ്പൊ അപ്പെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പോയിന്റഡ് എൻഡ് ഓഫ് ദ ഹാർട്ട്. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? ആന്റീരിയർലി ഇൻഫീരിയർലി ആൻഡ് ടു ദ ലെഫ്റ്റ് സൈഡ് അല്ലെ. അതുപോലെ ഫോംഡ് ബൈ ദ ടിപ്പ് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതുപോലെ റെസ്റ്റ് ഓൺ ഡയഫ്രം അല്ലെ. ഡയഫ്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയും തമ്മിൽ വേർതിരിക്കുന്ന സാധനമാണെന്ന് പഠിച്ചു അല്ലേ. ഡയഫ്രം പഠിച്ചു. അപ്പോൾ ഈ ഡയഫ്രത്തിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? അപ്പെക്സ് ഓഫ് ദി ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ഇൻ അഡൽട്സ് ആൻഡ് ജസ്റ്റ് മീഡിയൽ ടു ദ മിഡ് ക്ലാവിക്കുലാർ ലൈൻ. അതായത് മിഡ് ക്ലാവിക്കുലാർ ലൈനിന്റെ ഏകദേശം മീഡിയൽ സൈഡിലാണ് നമ്മൾ അപ്പെക്സ് കാണപ്പെടുന്നത്. അതുപോലെ
അഞ്ചാമത്തെ ഇന്റർകോസ്റ്റൽ സ്പേസ്, ഹാർട്ടിന്റെ പൊസിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് വെർട്ടിബ്രയ്ക്കും അഞ്ചാമത്തെ വെർട്ടിബ്രയ്ക്ക് അല്ലേ, സെക്കൻഡ് തൊറാസിക്കിനും അഞ്ചാമത്തെ തൊറാസിക് വെർട്ടിബ്രേ ഇടയ്ക്കെന്ന് പറഞ്ഞു. അതുപോലെ ഇന്റർകോസ്റ്റൽ സ്പേസ് പറയുമ്പോഴത്തേക്ക് അതുപോലെയാണ് ലൊക്കേറ്റഡ് ദ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് അല്ലെ. ഇന്റർ കോസ്റ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കോസ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിബ്സ് ആണ്. റിബ്സിനിടയിലുള്ള സ്പേസിനാണ് ഇന്റർ കോസ്റ്റൽ സ്പേസ് നമ്മൾ പറയുക. ഫിഫ്ത്ത് ഇന്റർ കോസ്റ്റൽ സ്പേസിലാണ് എന്താ, അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമല്ലേ? ഇനി മറക്കൂലല്ലോ. അപ്പോൾ അപ്പെക്സിനെ കുറിച്ചും ബേസിനെ കുറിച്ചും വ്യക്തമായ ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പെക്സിനെ കുറിച്ചും ബേസിനെ കുറിച്ചും. ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ബ്രോഡർ എൻഡ് ഓഫ് ദ ഹാർട്ട്. അത് എങ്ങോട്ടിരിക്കുന്നു, ബാക്കിലോട്ടിരിക്കുന്നു, മുകളിലോട്ടിരിക്കുന്നു അല്ലേ, ബാക്കിലോട്ട് പോസ്റ്റീരിയറിൽ ചരിഞ്ഞിരിക്കുന്നു. പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഫോംഡ് മെയിൻലി ബൈ ദ ലെഫ്റ്റ് ഏട്രിയം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ സിറ്റുവേറ്റഡ് ദ സെക്കൻഡ് ഇന്റർ കോസ്റ്റൽ സ്പേസ്, ഇതെന്താണ്, താഴെ എൻഡ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അപ്പെക്സ് വരുമ്പോഴത്തേക്കും ഫിഫ്ത്ത് ഇന്റർ കോസ്റ്റൽ സ്പേസ് അല്ലേ. ഫിഫ്ത്ത് ഇന്റർ കോസ്റ്റൽ സ്പേസ് മറന്നു പോകരുത് കേട്ടോ. ഇത്രയും കാര്യം ഒന്നുകൂടെ മനസ്സിൽ പഠിച്ചല്ലോ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. പഠിച്ചു പോകണം, ഇപ്പോഴേ പഠിച്ചു പോകണം കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും വായും തുറന്നിരിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള സർഫസുകൾ നോക്കുമ്പോഴത്തേക്കും ആന്റീരിയർ സർഫസ് ഉണ്ട്, ഇൻഫീരിയർ സർഫസ് ഉണ്ട്, ലെഫ്റ്റ് പെർമനന്റ് സർഫസ് ഉണ്ട്, അതുപോലെ റൈറ്റ് പെർമനന്റ് സർഫസ് ഉണ്ട്. ഏതൊക്കെയാണ്, ആന്റീരിയർ സർഫസ് ഉണ്ട്, ഇന്റീരിയർ സർഫസ് ഉണ്ട്, ലെഫ്റ്റ് പെർമനന്റ് സർഫസ് ഉണ്ട്, അതുപോലെ റൈറ്റ് പെർമനന്റ് സർഫസും ഉണ്ട്. നോക്കാം, നമുക്ക് നേരത്തെ നമ്മൾ ബേസും അപ്പെക്സും പഠിച്ചപ്പോഴത്തേക്കും ഇത് രണ്ടും എന്താ പോസ്റ്റീരിയർലിയും ആൻഡ് ആന്റീരിയർലിയും ആണ് തിരിഞ്ഞിരിക്കുന്നത് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ ഈ സർഫസ് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ബേക്കിലാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എന്താണ്, മറ്റുള്ള അറകളുടെ ഒരു സാന്നിധ്യം കൂടെ അവിടെ വരും കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹാർട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ, ഇങ്ങനെ താഴോട്ടിരുന്നിട്ട് ചരിഞ്ഞ് ഒരു ലെഫ്റ്റിലോട്ടൊരു ചരിവുണ്ട്. അപ്പോൾ എന്താണ്, ഇതാണ് ഇതിന്റെ ആന്റീരിയർ സർഫസ്, ഇങ്ങനെ മുകളിലോട്ടുള്ള ഈ സർഫസ്. അതുപോലെ ഇതെന്താണ്, റൈറ്റ് പൾമണറി സർഫസ്. ഈ അപ്പർ സൈഡ് ലെഫ്റ്റ് പൾമണറി സർഫസ്. അതുപോലെ എന്താണ്, ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും താഴെയുള്ളതാണ്. അതുപോലെ ബേസ് കാണപ്പെടുന്നത് ഏറ്റവും ബാക്കിലാണ് അല്ലേ. ഓക്കെ അല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം ആന്റീരിയർ സർഫസ് നോക്കാം. ആന്റീരിയർ സർഫസ് മെയിൻലി ഫോംഡ് ബൈ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പാർട്ട്ലി ബൈ റൈറ്റ് ഏട്രിയം. റൈറ്റ് വെൻട്രിക്കിൾ ആണ് പ്രധാനമായിട്ടും ആന്റീരിയർ സർഫസിൽ ഉള്ളത് അല്ലെ. എന്താണ്, ആന്റീരിയർ സർഫസിൽ റൈറ്റ് വെൻട്രിക്കിൾ ആണ് ഉള്ളത് അല്ലെ. റൈറ്റ് വെൻട്രിക്കിൾ, ഈ സാധനമാണ് എന്താ, റൈറ്റ് വെൻട്രിക്കിൾ. അതുപോലെ പാർട്ട്ലി എന്താണ്, റൈറ്റ് ഏട്രിയവും കാണപ്പെടുന്നു. പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് ഏട്രിയവും ഒക്കെ ആന്റീരിയർ സർഫസിന്റെ ഭാഗം തന്നെയാണ്. പ്രധാനമായിട്ട് എന്ന് വെച്ചാൽ റൈറ്റ് വെൻട്രിക്കിൾ ആണ് ആന്റീരിയർ സർഫസിന്റെ പ്രധാനപ്പെട്ട ഭാഗം. നമ്മളെ റൈറ്റ് വെൻട്രിക്കിൾ ആണ്. കണ്ടോ, ഈ ഫ്രണ്ടിൽ ഇത്രയും ഭാഗം കണ്ടോ, പ്രധാനമായിട്ടും റൈറ്റ് വെൻട്രിക്കിൾ ആണ് ആന്റീരിയർ സർഫസിന്റെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇൻഫീരിയർ സർഫസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ അല്ല പറയുന്നത്, ഇൻഫീരിയർ സർഫസ് അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോംഡ് ബൈ ബോത്ത് വെൻട്രിക്കിൾസ് മെയിൻലി ലെഫ്റ്റ് അല്ലെ. എന്താണ്, രണ്ട് വെൻട്രിക്കിളും അവിടെ വരും. അപ്പോൾ ഈ ഏറ്റവും അടിയിലുള്ള ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫോംഡ് ബൈ ബോത്ത് വെൻട്രിക്കിൾസ് മെയിൻലി ലെഫ്റ്റ്. അപ്പോൾ രണ്ട് വെൻട്രിക്കിളിനും ഏറെക്കുറെ അതിനകത്തൊരു സ്ഥാനമുണ്ട്. എന്തായാലും ഇൻഫീരിയർ സർഫസ് ഒരിക്കലും ഏട്രിയം വരത്തില്ല, നിങ്ങൾക്ക് ഉറപ്പിക്കാം അല്ലെ. ഏട്രിയം എന്ന് പറയുമ്പോഴത്തേക്കും മുകളിലാണ് കാണപ്പെടുന്നത്. ഇൻഫീരിയർ സർഫസ് അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരിക്കലും ഏട്രിയം വരത്തില്ല, വെൻട്രിക്കിൾസ് മാത്രമേ വരത്തുള്ളൂ. ഇനി ആന്റീരിയർ സർഫസിലെ ഫ്രണ്ടുള്ള സർഫസ് നോക്കാം. പ്രധാനമായിട്ടും റൈറ്റ് വെൻട്രിക്കിൾ ആണ്. പാർട്ട്ലി റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് ഏട്രിയും ഒക്കെ കുറേശ്ശെ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ വരാം. ഓക്കെ അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇൻഫീരിയർ സർഫസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്താണ്, രണ്ട് വെൻട്രിക്കിളും വരുന്നുണ്ട് അല്ലെ. രണ്ട് വെൻട്രിക്കിളും വരുന്നത് പ്രധാനമായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇനി നോക്കാം ലെഫ്റ്റ് പൾമണറി സർഫസ്. ലെഫ്റ്റ് പൾമണറി സർഫസ് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് കാണുമ്പോഴത്തേക്കും കണ്ടോ, ലെഫ്റ്റ് പൾമണറി സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ലങ്സ് വരിക അല്ലേ. ലങ്സിന് ഇരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനകത്ത് വേറെ സംശയത്തിൻ്റെ ഒന്നും ആവശ്യകത ഇല്ല അല്ലേ. ലെഫ്റ്റ് പൾമണറി സർഫസ് ഇവിടെ നമുക്ക് മീഡിയ സ്റ്റൈൻ ഇങ്ങനെ വരുന്നു, ഇവിടെ ലങ്സ് ഇങ്ങനെ ഇരിക്കുന്നു. മനസ്സിലായി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്താ പറഞ്ഞത്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് പറഞ്ഞത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ദീസ് ഒക്കുപൈസ് ദ കാർഡിയാക് നോച്ച് ഓഫ് ദ ലെഫ്റ്റ് ലങ് ആൻഡ് എ ലിറ്റിൽ സുപ്പിയർലി ബൈ ദ ലെഫ്റ്റ് ഏട്രിയം അല്ലെ. ലെഫ്റ്റ് ഏട്രിയവും ഈ ഒരു സർഫസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ ലെഫ്റ്റ് പൾമണറി സർഫസ് മറന്നു പോകത്തില്ല നമ്മൾ. ഇനി നോക്കാം റൈറ്റ് പൾമണറി സർഫസ് നോക്കാം. റൈറ്റ് പൾമണറി സർഫസ് എന്താണ്, ശ്രദ്ധിക്കുക, ഇത് ഷോർട്ടർ ആണ്. കണ്ടോ, ഇവിടെ നമുക്ക് കണ്ടാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ഷോർട്ടർ ആൻഡ് റൗണ്ടർ അല്ലെ. റൗണ്ടഡ് ആണ്. അതുപോലെ ലോങ് സർഫസ് ഓഫ് ദ ഹാർട്ട് ആണ്. ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഭാഗമാണ്
ഭാഗമാണ് അല്ലെ, ഉരുണ്ടിരിക്കുന്ന ഭാഗമാണ്. അതുപോലെ ഫോംഡ് ബൈ റൈറ്റ് ഏട്രിയം സുപ്പീരിയർലി ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഇൻഫീരിയർലി. അതിന്റെ ഈ ഭാഗം നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് റൈറ്റ് ഏട്രിയം ആണ്, RA ആണ്. ഇതെന്താണ് റൈറ്റ് വെൻട്രിക്കിൾ ആണ്. മുകളിൽ അതായത് നമ്മുടെ റൈറ്റ് പൾമണറി സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത അത് ഷോർട്ടർ ആൻഡ് റൗണ്ടഡ് ഫിഗർ ആണ് അല്ലേ, ഷോർട്ടർ ആയിട്ടുള്ള റൗണ്ടഡ് ഫിഗർ ആണ് റൈറ്റ് പൾമണറി സർഫസ്. അതുപോലെ റൈറ്റ് ഏട്രിയം ആണ് മുകളിൽ, അതുപോലെ റൈറ്റ് വെൻട്രിക്കിൾ ആണ് താഴെ വരുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് പൾമണറി സർഫസ് ഉണ്ട്, ലെഫ്റ്റ് പൾമണറി സർഫസ് ഉണ്ട്, ഇൻഫീരിയർ സർഫസ് അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് സർഫസ് ഉണ്ട്, മുകളിലുള്ള ആന്റീരിയർ സർഫസ് അല്ലെങ്കിൽ സ്റ്റേർണോ കോസ്റ്റൽ സർഫസ് ഉണ്ട്. ആന്റീരിയർ സർഫസിന് മറ്റൊരു പേര് വിളിക്കും, മുകളിലല്ല ക്ഷമിക്കണം ഫ്രണ്ടില് സ്റ്റേർണോ കോസ്റ്റൽ സർഫസ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ആന്റീരിയർലി നമ്മുടെ ഹാർട്ടിന്റെ റിലേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേർണം അല്ലേ, സ്റ്റേർണവും അതുപോലെ ഇന്റർ കോസ്റ്റൽ സ്പേസുകളുമായിട്ടാണ് അല്ലേ, അല്ലെങ്കിൽ പോട്ടെ കോസ്റ്റേ നമ്മുടെ റിബ്സുമായിട്ടാണ് അതിന്റെ വരുന്നത്, അതിന്റെ ഒരു റിലേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആന്റീരിയർ സർഫസിന് മറ്റൊരു പേര് വിളിക്കുന്നുണ്ട് സ്റ്റേർണോ കോസ്റ്റൽ സർഫസ് എന്നും, ഇൻഫീരിയർ സർഫസിന് മറ്റൊരു പേര് വിളിക്കുന്നുണ്ട്, ഇവിടെയാണ് ഡയഫ്രം ഇരിക്കുന്നത്, ഡയഫ്രത്തിൽ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡയഫ്രമാറ്റിക് സർഫസ് എന്നും വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആന്റീരിയർ സർഫസിനെ, ഫ്രണ്ടിലുള്ള സർഫസിനെ സ്റ്റേർണോ കോസ്റ്റൽ സർഫസ് എന്ന് വിളിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മെയിൻലി ഫോംഡ് ബൈ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പാർട്ട്ലി ബൈ റൈറ്റ് ഏട്രിയം അല്ലെ. ഏതൊക്കെയാണ് വരുന്നത്? റൈറ്റ് വെൻട്രിക്കിളും, നമ്മൾ ഈ കാണുന്ന റൈറ്റ് വെൻട്രിക്കിളും അല്ലെ, ഈ കാണുന്ന റൈറ്റ് വെൻട്രിക്കിളും റൈറ്റ് ഏട്രിയോട് ചേർന്നാണ് ആന്റീരിയർ സർഫസ് ഉണ്ടായിരിക്കുന്നത്. റൈറ്റ് വെൻട്രിക്കിളും റൈറ്റ് ഏട്രിയോട് ചേർന്നാണ് അല്ലെ പ്രധാനമായിട്ട്. ബാക്കിയുള്ള എല്ലാം ഉണ്ട്, എന്നാൽ കൂടി ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ പറ്റുന്ന റൈറ്റ് വെൻട്രിക്കിൾ ആണ്. ഒന്നും കൂടെ നമുക്ക് സർഫസുകൾ നോക്കാം. സർഫസ് അല്ല, നമുക്ക് തുടക്കത്തിൽ തന്നെ പോവാം. ബേസും അപ്പെക്സും ഒന്നുകൂടെ കണ്ടുപോവാം, അതായിരിക്കും വൃത്തി. അപ്പോൾ നമുക്ക് പിന്നെ സംശയം ഉണ്ടാകത്തില്ല, പഠിച്ച് തന്നെ പോകണം കേട്ടോ. ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൊക്കേറ്റഡ് പോസ്റ്റീരിയർലി ബാക്കിൽ ആൻഡ് ഫോംഡ് മെയിൻലി ബൈ ലെഫ്റ്റ് ഏട്രിയം. പ്രധാനമായിട്ട് ലെഫ്റ്റ് ഏട്രിയം. നേരത്തെ നമ്മൾ 3D മോഡൽ കണ്ടോ മനസ്സിലാക്കിയാണല്ലേ. അതുപോലെ സുപ്പീരിയർ ബ്രോഡ് സർഫസ് ഓഫ് ഹാർട്ട് ആണ് ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഡയറക്റ്റ് പോസ്റ്റീരിയർ ടുവാർഡ്സ് ദ റൈറ്റ് പോർഷൻ നമുക്കറിയാം. അതുപോലെ രണ്ടാമത്തെ ഇന്റർകോൾ സ്പേസ് മറന്നു പോകരുത്. അപ്പെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പോയിന്റഡ് എൻഡ് ഓഫ് ദ ഹാർട്ട് ആണ്. അത് ഇൻഫീരിയർലി എങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ആന്റീരിയർലി തള്ളി നിൽക്കുന്ന സാധനം നമ്മുടെ ഈ പറഞ്ഞ അപ്പെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ഡയഫ്രത്തിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ അഞ്ചാമത്തെ ഇന്റർകോസ്റ്റൽ സ്പേസ് അല്ലേ, അഞ്ചാമത്തെ ഇന്റർകോസ്റ്റൽ സ്പേസ് മറന്നു പോകരുത്. ഇനി സർഫസ് പഠിക്കുമ്പോഴത്തേക്കും ആന്റീരിയർ ഫ്രണ്ടിലുള്ള സർഫേസ് പഠിക്കാനുണ്ട്, ഇൻഫീരിയർ അല്ലെങ്കിൽ താഴെയുള്ള സർഫസ് പഠിക്കാനുണ്ട്, ലെഫ്റ്റ് പൾമണറി സർഫസ് പഠിക്കാനുണ്ട്, റൈറ്റ് പൾമണറി സർഫസ് പഠിക്കാനുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ആന്റീരിയർ സർഫസ് എന്ന് പറയുമ്പോൾ സ്റ്റേർണോ കോസ്റ്റൽ സർഫസ് എന്നൊരു പേരുകൊണ്ട് വിളിക്കുന്നുണ്ട് നമ്മൾ. ദാറ്റ് ഈസ് മെയിൻലി ഫോംഡ് ബൈ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പാർഷ്യലി ബാക്കിയുള്ള എല്ലാം കൂടെ ചേർന്ന്. അപ്പോൾ ആന്റീരിയർ സർഫസ് ഈസ് മെയിൻലി ഫോംഡ് ബൈ എന്തെന്ന് ചോദിച്ചാൽ റൈറ്റ് വെൻട്രിക്കിൾ. നമ്മൾ ഉത്തരം എഴുതും. ഈ ചിത്രം നമ്മുടെ മനസ്സിലുള്ള റൈറ്റ് വെൻട്രിക്കിൾ കിടപ്പുണ്ട് അല്ലേ. മെയിൻലി ഫോംഡ് ബൈ റൈറ്റ് വെൻട്രിക്കിൾ. ഇൻഫീരിയർ സർഫസ് താഴെയുള്ളതിനെ മറ്റൊരു പേര് വിളിക്കും, എന്ന് വിളിക്കും ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് വിളിക്കും. ഫോംഡ് ബൈ ബോത്ത് വെൻട്രിക്കിൾസ് മെയിൻലി ലെഫ്റ്റ്. രണ്ട് വെൻട്രിക്കിൾസിന് ഈ താഴെയുള്ള ഡയഫ്രമാറ്റിക് സർഫസിൽ പ്രാധാന്യമുണ്ട്. രണ്ട് വെൻട്രിക്കിളും ഉണ്ട്, പ്രധാനമായിട്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ഓക്കെ, ഇനി നോക്കാം ലെഫ്റ്റ് പൾമണറി സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് ഉറപ്പായിട്ടും എന്തേ വരാൻ സാധ്യതയുള്ളൂ? ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളെ വരാൻ സാധ്യതയുള്ളൂ. അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയിരിക്കും വരുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ റൈറ്റ് പൾമണറി സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും ഷോർട്ടർ ആൻഡ് റൗണ്ടർ ആണ്. അതുപോലെ എന്താണ് ഫോംഡ് ബൈ റൈറ്റ് ഏട്രിയം സുപ്പീരിയർലി ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഇൻഫീരിയർലി. താഴെ വരുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളും മുകളിൽ വരുമ്പോൾ റൈറ്റ് ഏട്രിയവും. കൃത്യമല്ലേ മക്കളെ പറഞ്ഞത്? കൃത്യമല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ഹാർട്ടിന്റെ ബോർഡേഴ്സ് നോക്കാം. ബോർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ് ബോർഡർ പഠിക്കുന്നുണ്ട്, ഇൻഫീരിയർ ബോർഡർ പഠിക്കുന്നുണ്ട്, ലെഫ്റ്റ് ബോർഡർ പഠിക്കുന്നുണ്ട്, സുപ്പീരിയർ ബോർഡർ പഠിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെയാണ്, ഒന്നും കൂടെ കൃത്യമായിട്ട് പറയുന്നേ ഉള്ളൂ. നോക്കാം. റൈറ്റ് ബോർഡർ ഈസ് ഫോംഡ് ബൈ റൈറ്റ് ഏട്രിയം. നമുക്ക് ഇത് കണ്ട ഒരു ബോർഡർ, കൃത്യമായ ബോർഡർ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ബോർഡർ ആണേ, ഇതൊരു ബോർഡർ. അപ്പോൾ റൈറ്റ് ബോർഡർ ഈസ് ഫോംഡ് ബൈ റൈറ്റ് ഏട്രിയം. മറന്നു പോകണ്ട. ഇൻഫീരിയർ ബോർഡർ മെയിൻലി ഫോംഡ് ബൈ റൈറ്റ് വെൻട്രിക്കിൾ പാർട്ട്ലി ബൈ ലെഫ്റ്റ് വെൻട്രിക്കിൾ. കണ്ടോ, ഇൻഫീരിയർ ബോർഡർ നമ്മൾ ഇങ്ങനെ വരച്ചാൽ മെയിൻലി എന്താണ് റൈറ്റ് വെൻട്രിക്കിൾ വരും, ലെഫ്റ്റ് വെൻട്രിക്കിൾ കുറച്ചേ വരത്തുള്ളൂ. അതുപോലെ ലെഫ്റ്റ് ബോർഡർ നമ്മൾ വരച്ചാൽ എന്ത് സംഭവിക്കും? മെയിൻലി ഫോംഡ് ബൈ ലെഫ്റ്റ് വെൻട്രിക്കിൾ പാർട്ട്ലി ബൈ ലെഫ്റ്റ് ഏട്രിയം. കണ്ടോ, ഇങ്ങനെ ഒരു ബോർഡർ വരച്ചാൽ പ്രധാനമായിട്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്, കുറച്ച് മാത്രമേ ലെഫ്റ്റ് ഏട്രിയം ഉള്ളൂ അല്ലെ. ഇനി നമുക്ക് നോക്കാം. സുപ്പീരിയർ ബോർഡർ വരച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട്? ഗ്രേറ്റ് വെസൽസ് ഉണ്ട്, അയോർട്ടയുണ്ട് അല്ലേ, അതുപോലെ അധോമഹാസിര, ഊർധ്വമഹാസിര, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? വിനയ കാവാസ് വരുന്നുണ്ട്, അതുപോലെ അയോർട്ട വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളെല്ലാം
എവിടെ സുപ്പീരിയർ ബോർഡർ നിന്നാണ് ലീവ് ചെയ്യുന്നത്. അതുപോലെ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ഇൻഫണ്ടിബുലം ആർ ആൾസോ സീൻ. റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും കണ്ടില്ലേ, ദാ ഈ ഒരു ബോർഡർ വരച്ചാൽ എന്താ കിട്ടും, ഇവിടെ ഇത് എന്താണ് റൈറ്റ് ഏട്രിയം, ഇതാണ് ലെഫ്റ്റ് ഏട്രിയം. പിന്നെ ഇതൊക്കെ എന്താണ് മെയിൻ ആയിട്ട് പുറത്തേക്കും അകത്തേക്കും വരുന്ന നമ്മുടെ വെസൽസ് അല്ലേ. ഇനി ഒരു കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കാം, ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് OBGയിൽ പഠിക്കുമല്ലോ ഇൻഫണ്ടിബുലം അല്ലെ, അതുപോലെ ഒരു പൊസിഷനാണ് ഇൻഫണ്ടിബുലം കേട്ടോ. അതായത് ഈ ഭാഗത്തുള്ള റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും നമ്മുടെ എന്ത് പറയാ ഈ പറഞ്ഞ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും നമ്മുടെ ലങ്സിലേക്ക് അല്ലേ, ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന പൾമണറി ആർട്ടറി എറൈസ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ഇൻഫണ്ടിബുലം എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇൻഫണ്ടിബുലം എന്താണെന്ന് നോക്കാം. ഇൻഫണ്ടിബുലമായിട്ട് അസോസിയേറ്റ് വരുന്നത് ഡിസീസ് കണ്ടീഷൻ കൂടെ നമുക്ക് നോക്കി പോവാം കേട്ടോ. അപ്പോൾ ഏതായാലും എന്താ ഇൻഫണ്ടിബുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫണ്ടിബുലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ചിത്രം നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരണം കേട്ടോ. അതായത് എന്താണ്, റൈറ്റ് വെൻട്രിക്കിളിന്റെ ഭാഗമാണ് ഇൻഫണ്ടിബുലം എന്ന് നിങ്ങൾ മറന്നു പോകരുത്. റൈറ്റ് വെൻട്രിക്കിളിന്റെ ഭാഗമാണ് ഇൻഫണ്ടിബുലം എന്ന് ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇൻഫണ്ടിബുലം ഓഫ് ദ ഹാർട്ട് ഈസ് ആൾസോ കാൾഡ് ദ കോണസ് ആർട്ടിയോസസ്. ഓക്കെ, കോണസ് ആർട്ടിയോസ് എന്ന് വിളിക്കുന്നു. ഇത് ആക്ച്വലി ഇതിന്റെ പുറമേ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ കോണസ് ആർട്ടിയോസ് എന്ന് വിളിക്കുക. ആക്ച്വലി ഇൻഫണ്ടിബുലം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗത്തെ സ്ട്രക്ചറിനെയാണ് നമുക്ക് ഇൻഫണ്ടിബുലം എന്ന് വിളിക്കാൻ പറ്റുക. എന്തിനാ ഇത് വെച്ചേക്കുന്നത്, എന്താണ് അതിന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ, ഇറ്റ് സെർവ്സ് ആസ് ദ ഔട്ട്ഫ്ലോ ട്രാക്ട് ലീഡിംഗ് ടു ദ പൾമണറി ട്രങ്ക് അല്ലെ. പൾമണറി വെസൽസിലേക്ക് നമുക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ഒരു ഔട്ട്ഫ്ലോ ട്രാക്ട്, അവിടെ ഒരു വിശാലമായ ട്രാക്ട് ആവശ്യമാണ് അല്ലെ. അവിടെ താരതമ്യേന പ്രഷർ കുറവാണ്, ചെറിയ പ്രഷറിൽ തന്നെ ഇതിനെ പമ്പ് ചെയ്ത് എന്ത് ചെയ്യണം, നമ്മുടെ ലങ്സിലേക്ക് എത്തിക്കണം അല്ലെ. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എടുത്ത് പരിശോധിക്കുകയും അതുപോലെ റൈറ്റ് വെൻട്രിക്കിളും എടുത്ത് ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പ്രഷറുള്ള എവിടെയാണ്, റൈറ്റ് വെൻട്രിക്കിളിലാണ് അല്ലെ. അതേസമയം നമ്മുടെ ശരീരത്തിന് ബാക്കിയുള്ള എല്ലാ ഭാഗത്തിലേക്ക് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് കൂടുതൽ ശക്തിയുള്ളത്, കൂടുതൽ പവർ ഉള്ളത്, കൂടുതൽ പ്രഷർ ഉള്ളത് അല്ലെ. ഇവിടെ താരതമ്യേന ചെറിയ പ്രഷർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം കുറച്ച് വികാസപൂർവമായിട്ട് ഇരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് എന്ത്, ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത്. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൊക്കേറ്റ് ഇൻ ദ റൈറ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. റൈറ്റ് വെൻട്രിക്കിളിലാണുള്ളത്, മറന്നു പോകരുത്. ഇൻഫണ്ടിബുലം എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം നമുക്ക് എഴുതണം, റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ, ഈ ക്ലാസ് കണ്ട ആൾക്കാർക്ക് ആ ചോദ്യം മിസ്സാവത്തില്ല, എനിക്കറിയാം അല്ലെ. റൈറ്റ് വെൻട്രിക്കിളാണ് ഉള്ളത്. അതുപോലെ ജസ്റ്റ് ബിലോ ദ പൾമണറി വാൽവ്. പൾമണറി വാൽവ് എന്ന് പറയുമ്പോൾ ദാ ഇവിടെ ഇരിക്കുന്ന ഈ 3 അടപ്പുള്ള വാൽവിന് പൾമണറി വാൽവ് എന്ന് വിളിക്കുക അല്ലെ നമ്മൾ. അതിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഈ ഭാഗത്തെയാണ് എന്ന് വിളിക്കുക ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുക. ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുക. ലൊക്കേഷൻ എങ്ങനെയാണ്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ദ റൈറ്റ് വെൻട്രിക്കിൾ ജസ്റ്റ് ബിലോ ദ pulmonary valve. The function, it facilitates the flow of blood from the right ventricle to the pulmonary artery. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം എന്താണ് റൈറ്റ് വെൻട്രിക്കിളിന്റെ ധർമ്മം എന്ന് പറയും, പൾമണറി ആർട്ടറിയിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻഷറിങ് സ്മൂത്ത് ഇജക്ഷൻ ഓഫ് ബ്ലഡ് ഇൻ ടു ദ പൾമണറി സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷനിലേക്ക് ബ്ലഡ് അത്ര സ്മൂത്ത് ആയിട്ട് കടന്നു പോകാനാണ് ഇൻഫണ്ടിബുലം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി നോക്കാം, ഇറ്റ് ഹാസ് എ സ്മൂത്ത് സർഫസ് ദാറ്റ് പ്രിവെന്റ്സ് ടർബുലൻസ് ആസ് ബ്ലഡ് ഫ്ലോസ് ഇൻ ടു ദ പൾമണറി ട്രങ്ക്. അവിടെ ടർബുലൻസ് ഉണ്ടാകാതെ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യം കിടപ്പുണ്ട്, എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് ഭാഗത്ത് ആ സമയത്ത് ബൾബസ് കോഡിസ് അല്ലെ, ഇറ്റ് ഫോംസ് ആസ് എ പാർട്ട് ഓഫ് ദ ബൾബസ് കോഡിസ് വിച്ച് ലേറ്റർ ഡെവലപ്സ് ഇൻ ടു പാർട്സ് ഓഫ് ദ വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ട്രാക്സ് അല്ലെ. വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ട്രാക്സിന്റെ ഭാഗങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ബൾബസ് കോഡിസിന്റെ ഭാഗത്തു നിന്നാണ് എന്ത് ഇൻഫണ്ടിബുലം ഡെവലപ്പായി വരുന്നത്. ഇതും കൂടെ ഓർത്ത് വെച്ച ക്വസ്റ്റ്യൻ ആട്ടോ. ഇതാണ് ബൾബസ് കോഡിസിന്റെ ഭാഗമായിട്ടാണ് ഇൻഫണ്ടിബുലം ഡെവലപ്പായി വരുന്നത്. നമുക്ക് എന്ത് പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് പഠിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്ക് ട്വിസ്റ്റിങ്ങും ടച്ചിങ്ങും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാം, കുഴപ്പമില്ല. ഇപ്പൊ അത് പഠിക്കേണ്ട കാര്യം ഉണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ നോക്കി പോകേണ്ട കാര്യമില്ല, നോക്കാം. അപ്പോൾ എന്താണ് ബൾബസ് കോഡീസ് അല്ലെ, ബൾബസ് കോഡീസ് എന്നുള്ള പേര് നിങ്ങൾ മറന്നു പോകരുത്, ചോദ്യമാണ് കേട്ടോ. അതുപോലെ റൈറ്റ് വെൻട്രിക്കിളിന്റെ ഭാഗമാണ് ഇൻഫണ്ടിബുലം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇൻഫണ്ടിബുലം ഒന്നുകൂടെ നോക്കാം. ഇൻഫണ്ടിബുലം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു കോണിക്കലായിട്ടുള്ള അല്ലെ ഒരു പൗച്ച് പോലത്തുള്ള ഭാഗമാണ്. അത് ഏതിന്റെ ഭാഗമാണ്, റൈറ്റ് വെൻട്രിക്കിളിന്റെ ഭാഗമാണ്. അതുപോലെ കോണസ് ആർട്ടറിയോസ് എന്ന് പറയുന്നു. ആക്ച്വലി കോണസ് ആർട്ടറിയോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പുറമേ കാണുന്ന ഭാഗത്തെയാണ് കേട്ടോ, എക്സ്റ്റേണലി നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഭാഗമാണ് അല്ലെ. അത് പിന്നെ എന്തായിട്ട് മാറി, നമ്മൾ ട്രങ്ക് ആയിട്ട് മാറി അങ്ങോട്ട് പോകും അല്ലെ. അപ്പോൾ അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഭാഗത്തെ എന്ന് വിളിക്കുക, നമ്മൾ ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുക. ഒന്നുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് എംബ്രിയോളജിക് ഡെവലപ്മെന്റ് സമയത്ത് ഉണ്ടാകുന്ന ബൾബസ് കോഡിസ് എന്നാണ് എന്ത് ഇൻഫണ്ടിബുലം ഫോം ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക.
ഇനി നമുക്ക് ഈ ബൾബസ് കോഡിസിന് എന്തെങ്കിലും ഡിഫക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എംബ്രിയോളജിക്കൽ ഫോർമേഷൻ സമയത്ത് ഡിഫക്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടിക്ക് ഒരു കൺജന്റൽ കണ്ടീഷനിലേക്ക് നയിക്കും. അതിന്റെ പേരെന്താടാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എന്താണ്? ടി ഓഫ് അല്ലെ, ടെട്രോളജി ഓഫ് ഫയലറ്റ് എന്ന് വിളിക്കും, ടി ഓഫ്. അപ്പൊ നമുക്ക് ടി ഓഫും കൂടെ ഇവിടെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു പോകാം. അപ്പൊ നോക്ക് മക്കളെ, എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് സമയത്ത് ബൾബസ് കോഡിസിന് ഉണ്ടാകുന്ന മാൽഫോർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തിലേക്ക് നയിക്കാറുണ്ട്? ടി ഓഫിൽ നയിക്കാറുണ്ട്. അതിൽ എന്തൊക്കെയാ മക്കളെ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ടെട്ര മൊത്തം എത്ര? 4 കണ്ടീഷൻസ് ആണ് ടി ഓഫിന്റെ ഭാഗമായിട്ട് വരുന്നത് അല്ലേ? എത്രയാണ്? 4 കണ്ടീഷൻസ് അല്ലെ? എന്തൊക്കെയാണ് വരുന്നത്? വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് അല്ലെ? എന്താണ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്? എന്താ? വെൻട്രിക്കിൾസിന് ഇടയിലുള്ള സെപ്റ്റത്തിൽ ഒരു ദ്വാരം വീഴുക അല്ലെ? അതുപോലെ ഓവർ റൈഡിങ് ഓഫ് അയോട്ട അല്ലെ? അയോട്ടയുടെ ലൊക്കേഷൻ ചെറുതായിട്ട് മാറുക, ASDയുടെ മുകളിലേക്ക് മാറുക. അതുവഴി എന്ത് സംഭവിക്കും? ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കടന്നു പോവുക അല്ലെ? പിന്നെ എന്തൊക്കെ വരുന്നത്? റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി, അതുപോലെ പൾമണറി സ്റ്റെനോസിസ്. ഈ 4 കണ്ടീഷൻസ് ആണ്. ഇത് 4ഉം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഇതെന്താണ്? എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് സമയത്ത് ബൾബസ് കോഡിസിൽ വരുന്ന ഡിഫക്റ്റുകൾ മൂലമുണ്ടാണ് നമുക്ക് ടി ഓഫ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ടി ഓഫ് കൂടെ കൃത്യമായിട്ട് നമുക്ക് എന്താണ്, എന്തുകൊണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്കൊരു ചിത്രത്തിന്റെ സഹായത്തോടെ പഠിച്ച് മനസ്സിലാക്കി പോകാം. നോക്കാം. ടി ഒ എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺജെനിറ്റൽ കണ്ടീഷൻ ആണ് അല്ലേ? കൺജെനിറ്റൽ ഡിഫക്റ്റ് ആണ്. ഒരു കുട്ടി ഉണ്ടായി വരുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് ജന്മനാ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ദാറ്റ് ഇൻവോൾവ്സ് 4 അബ്നോർമാലിറ്റീസ് ഓഫ് ദ ഹേർട്ട് സ്ട്രക്ചർ അല്ലേ? ഹേർട്ട് സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും 4 അബ്നോർമാലിറ്റി കാരണമാകും. ഇത് ഉണ്ട് നമ്മൾ എങ്ങനെ അറിയുന്നത്? സയനോസിസ് ഉണ്ടാകും അല്ലേ? സയനോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ശരീരത്ത് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കൂടുതലായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലൂ കളർ വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ജനിച്ച ഉടനെ നമുക്ക് ഇത്തരത്തിൽ സൈനോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടി ഓഫ് സസ്പെക്ട് ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ കൺജെനിറ്റൽ ഹാർട്ട് ഡിഫക്ട് ദാറ്റ് ഇൻവോൾവ്സ് 4 abnormalities of the heart structure. It is one of the most common cyanotic congenital heart disease അല്ലേ? സൈനോട്ടിക് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഭവം എന്താണ്? TOF ആണ്. അതുപോലെ എന്താണ്? ലാക്ക് ഓഫ് ഓക്സിജൻ വരുമ്പോഴത്തേക്കും സൈനോസ് ഉറപ്പായിട്ട് ഉണ്ടാവും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക, ഹാർട്ട് എങ്ങനെ ഒരു ബൂട്ട് ഷേപ്പ്ഡ് ആയിട്ട് മാറും അല്ലേ? എങ്ങനെയാ ബൂട്ട് ഷേപ്പ്ഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം. ഒന്നാമത്തെ ഒരു ഡിഫക്റ്റ് നമുക്ക് നോക്കാം. ഏതാണ്? റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി അല്ലേ? ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ, അതിൻ്റെ ഹൈപ്പർട്രോഫി. എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടായിരിക്കും അത് ഉണ്ടാകുന്നത്? വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ബൂട്ടിന്റെ അടിഭാഗം എന്താണ്? നല്ല കട്ടിയായിരിക്കൂലേ? യെസ്, ബൂട്ടിന്റെ അടിഭാഗം ആയി അല്ലേ? ബൂട്ടിന്റെ അടിഭാഗം നല്ല കട്ടിയായി ഇതേ ഇങ്ങോട്ട് ചരിഞ്ഞ് ഒരു ഷൂസ് പോലെ ഇരിക്കും. ഇതുകൊണ്ടാണ് നമുക്ക് ടി ഓഫ് ഉള്ള ഹാർട്ടിന് ബൂട്ട് ഷേപ്പിലാണെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് വരുന്ന ഡിഫക്റ്റ് എന്താണെന്നും എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒന്ന് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. എന്താ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെൻട്രിക്കിളുകളെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസിനെ പരസ്പരം വേർതിരിക്കുന്ന സാധനമാണ് വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് നമുക്കറിയാം അല്ലെ? റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ കൃത്യമായിട്ട് വേർതിരിക്കുന്ന സാധനമാണ് ഈ സാധനം വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും. അതിലൊരു ഹോൾ ഉണ്ടാകും അല്ലെ? ആ സെപ്റ്റത്തിലൊരു ഹോൾ ഉണ്ടാകും. അങ്ങനെ ഹോൾ വന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡും ഇവിടെയുള്ള ഓക്സിജൻ ഉള്ള ബ്ലഡും തമ്മിൽ മിക്സപ്പ് നടക്കാൻ സാധ്യത ഉണ്ട് അല്ലെ? ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണപ്പെടുന്ന ഈ പറഞ്ഞ VSD, വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രശ്നം. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ, അടുത്ത ഡിഫക്റ്റ് നോക്കാൻ പോകുന്നത് പൾമണറി സ്റ്റെനോസിസ് അല്ലേ? പൾമണറി സ്റ്റെനോസിസ് അതായത് നമ്മുടെ ഈ പൾമണറി ആർട്ടറി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഏതാണ്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അശുദ്ധ രക്തം അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമുക്ക് ലങ്സിലേക്ക് പമ്പ് ചെയ്ത് കളയാനുള്ള സാധനമാണ് എന്ത്? പൾമണറി ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും. അവിടെ നിന്നും ഈ പറഞ്ഞ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഞാൻ വഹിച്ചു കൊണ്ടുപോകേണ്ടുന്ന സാധനമാണ് എന്ത്? പൾമണറി ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ ഒരു വാൽവ് ഉണ്ടല്ലേ? നാരോയിങ് ഓഫ് ദ പൾമണറി വാൽവ്. അവിടെയുള്ള പൾമണറി വാൽവ് ചെറുതാവുക, അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടറി ചെറുതാവുക. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുക? ഇവിടെ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ? ഇവിടുത്തെ നമ്മുടെ ഈ പറഞ്ഞ പൾമണറി വാൽവ് ചെറുതാവുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്ടറി ഇവിടെ ചെറുതാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ ബ്ലഡിനെ കൃത്യമായിട്ട് നമ്മുടെ ലങ്സിലേക്ക് പമ്പ് ചെയ്ത് കളയാൻ വേണ്ടി കൂടുതൽ പ്രഷർ എവിടെ? റൈറ്റ് വെൻട്രിക്കിളിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും? റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫിയും ഉണ്ടാകാം അല്ലെ? അവിടെയുള്ള മസിൽസ് വലുതാകും. അപ്പോൾ എന്തൊക്കെയാണ്? ഇത് രണ്ട് കണക്ഷനായില്ലേടാ? കണക്ഷനായി. എന്താണ്? പൾമണറി സ്റ്റെനോസിസ് എന്ന് പറയുമ്പോൾ നാരോയിങ് ഓഫ് ദ
പൾമണറി വാൽവാണ്, അതുപോലെ എന്താണ് അല്ലെങ്കിൽ എന്താണ് പൾമണറി ആർട്ടറിയാണ്. ഇത് രണ്ട് സംഭവം സംഭവിച്ചു കഴിഞ്ഞാലും എന്താണ് കൂടുതൽ പ്രഷർ നമ്മൾ ഈ റൈറ്റ് വെൻട്രിക്കിളിന് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാവും, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാകും. അതോടൊപ്പം അവിടെ നമ്മൾ ആദ്യം VSD പഠിച്ചില്ലേ, വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് പഠിച്ചു. അപ്പോൾ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് എന്ത്, ഓവർ റൈഡിങ് ഓഫ് അയോർട്ട. അയോർട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെ ഏറ്റവും വലിയ ആർട്ടറിയാണ് അയോർട്ട എന്ന് പറയുമ്പോഴത്തേക്കും ഈ അയോർട്ടയുടെ ധർമ്മം എന്താണ്, നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുക. എന്ത് ബ്ലഡ് പമ്പ് ചെയ്യുക, കൃത്യമായിട്ട് ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് പമ്പ് ചെയ്യുക. ഇത് ഓവർ റൈഡ് ആയിട്ട് വരും അല്ലെ. അയോർട്ട എന്താണ്, മെയിൻ ആർട്ടറിയാണ്. ദാറ്റ് ഈസ് പൊസിഷൻ ഡയറക്റ്റ്ലി എബോവ് ദ VSD ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ്സ് നോർമൽ പൊസിഷൻ. അതായത് VSDയുടെ തൊട്ട് മുകളിലേക്ക് നമ്മുടെ ഈ അയോർട്ടയുടെ സ്ഥാനം വന്നു കഴിഞ്ഞാൽ, ഇതാണ് അയോർട്ട കേട്ടോ, അയോർട്ട ഇതാണ് അയോർട്ടയുടെ സ്ഥാനം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന്റെ പൊസിഷൻ ഒന്ന് ഷിഫ്റ്റ് ആയിട്ട് മാറും അല്ലെ. അങ്ങനെ വരുമ്പോൾ പുവർ ആയിട്ടുള്ള ബ്ലഡ്, മോശം ബ്ലഡ്, എന്താ മോശം ബ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പമ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ദാറ്റ് വിൽ ഡയറക്ട്ലി കോസ് എന്ത്, സൈനോസിസ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഓവർ റൈഡിങ് ഓഫ് അയോർട്ട, ദ അയോർട്ട മെയിൻ ആർട്ടറീസ് പൊസിഷൻ ഡയറക്ട്ലി അബോവ് ദ VSD അല്ലേ. VSDയുടെ തൊട്ട് മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഡിഫക്റ്റിന് തൊട്ട് മുകളിലായി ഷിഫ്റ്റ് ആകും. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഇത്തരത്തിൽ മിക്സപ്പ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും അല്ലേ. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് TOF വരുന്നത്, എന്തൊക്കെയാണ് വരുന്നത് മക്കളെ, എന്തൊക്കെയാണ് ടെട്രോളജി ഓഫ് ഫാലറ്റ്. ടെട്രോളജി എന്ന് പറയുമ്പോൾ തന്നെ ടെട്ര 4 അല്ലേ, 4 ടെട്ര 4 ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. VSD ASD അടിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവരുതേ. നമുക്ക് നോക്കാം, ASD VSD എന്ന് പറയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. VSD വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ് ഉണ്ടാവുന്ന രണ്ട്. പൾമണറി സ്നോസ് അതെ അല്ലേ, എന്താണ്, നമുക്ക് പൾമണറി ആർട്ടറിയിലേക്ക് ബ്ലഡ് പോകാനുള്ള ഒരു തടസ്സം ഉണ്ടാകുന്നു. ഒന്നുകിൽ അതിൻ്റെ പൾമണറി ആർട്ടറി ചെറുതാകുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ വാൽവ് ചെറുതാകുന്നു അല്ലെ. അങ്ങനെ വരുമ്പോഴത്തേക്കും താഴെ പ്രഷർ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരാം. അതിന്റെ ഫലമായിട്ട് വേണമെങ്കിൽ ഇവിടെ ഡിഫക്റ്റ് ഉണ്ടാകും നമ്മൾ സങ്കല്പിച്ചൂടെ. ഇവിടെ പ്രഷർ കൂടുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയ ഹോൾ വീഴാം അല്ലേ. അങ്ങനെ വീഴാണെങ്കിൽ ഇതിങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. ഹോൾ വീഴാം അല്ലേ. അപ്പോൾ ഈ ഹോളിന്റെ അടുത്തേക്ക് തന്നെ നമ്മുടെ ഈ പറഞ്ഞ അയോർട്ടയുടെ പൊസിഷൻ ഓവർ റൈഡിങ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഈ പറഞ്ഞ മിക്സപ്പ് നടക്കും. അല്ലെങ്കിൽ എന്താണ്, മോശം ബ്ലഡ് നമ്മുടെ അയോർട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ സാധ്യത വരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു സംഗതിയും ആ ഒരു സ്ലൈഡും ഇതും കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം മക്കളെ. നോക്കാം, കുഴപ്പമില്ല. ഇൻഫണ്ടിബുലം അല്ലെ, ഇൻഫണ്ടിബുലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം, ഇൻഫണ്ടിബുലം എന്ന് പറയുമ്പോൾ ഒരു പൗച്ചായിട്ട് കാണപ്പെടുന്ന നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ധർമ്മം എന്താണ്, നല്ല ഫ്ലോ, അതായത് നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ കൃത്യമായിട്ട് എങ്ങോട്ട്, നമ്മുടെ പൾമണറി ട്രങ്കിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തെ നമ്മൾ എന്ന് വിളിക്കുക, ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുക. പുറമേ കാണുന്ന സ്ട്രക്ചറിനെ കോണസ് ആർട്ടിയോസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അത്രയും കാര്യം നമുക്കറിയാം. അതുപോലെ എംബ്രിയോളജി ഡെവലപ്മെന്റ് സമയത്ത് ബൾബസ് കോഡിസിന്റെ ഭാഗമായിട്ടാണ് ഈ സംഗതി ഡെവലപ്പായിട്ട് വരുന്നത്. ഈ ഡെവലപ്മെന്റ് സമയത്ത് വരുന്ന ബൾബസ് കോഡിസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തിലേക്ക് നയിക്കാം, TOFിലേക്ക് നയിക്കാം. TOF എന്ന് പറയുമ്പോഴത്തേക്കും എന്താ TOF, പ്രധാനമായിട്ടും എന്തൊക്കെയാണ്, 4 അല്ലെ, ടെട്രോളജി ആണ് അല്ലെ, 4 ഉണ്ട്. എന്താണ്, VSD വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നു. കണ്ണടച്ച് പറഞ്ഞേ, VSD വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വെൻട്രിക്കിൾസിന് ഇടയ്ക്കുള്ള ആ സെപ്റ്റത്തിൽ ഡിഫക്റ്റ്, ഒരു ചെറിയ ഹോള് വീഴുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനൽ ബ്ലഡും തമ്മിൽ മിക്സപ്പ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ പിന്നെന്തുണ്ടാവും, റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ഉണ്ടാവും അല്ലെ. അതുപോലെ എന്തുണ്ടാവും, പൾമണറി സ്റ്റിനോസ് ഉണ്ടാവും. പൾമണറി സ്റ്റിനോസ് എന്ന് പറയുമ്പോഴത്തേക്കും പൾമണറി ആർട്ടറി ചെറുതാകുന്നു, അല്ലെങ്കിൽ പൾമണറി ആർട്ടറിയിലേക്കുള്ള നമ്മുടെ വാൽവ്, പൾമണറി വെയിൻ ചെറുതാകുന്നു അല്ലെ. അതുവഴി എന്തായാലും ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, റൈറ്റ് വെൻട്രിക്കിളിന് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ഹൈപ്പർട്രോഫി, കട്ടി കൂടും അല്ലേ. അതുപോലെ പിന്നെ എന്തുണ്ടാവും, വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിനടുത്തേക്ക് അല്ലേ ഓവർ റൈഡിങ് ഓഫ് അയോർട്ടയും കൂടെ വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമായി. അങ്ങനെ മൊത്തം 4 പ്രശ്നങ്ങൾ കൂട്ടിച്ചേർത്താൻ TOF ടെട്രോളജി ഓഫ് ഫാലറ്റ് നമ്മൾ വിളിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞില്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കിഡിലോസ്കി ചോദ്യങ്ങൾ കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പോർഷൻ കഴിയും. അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാം. റെഡിയല്ലേ എല്ലാവരും? അപ്പൊ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ വിളിച്ചു പറയണം. കൂടുതലും പ്രസ്താവന ചോദ്യങ്ങളായിരിക്കും. കാരണം ഇതിനകത്ത് വരുന്ന സാധ്യതകളെ, കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ഇത് വന്നെന്നും എന്തുകൊണ്ട് ഇത് ശരിയായെന്നും എന്തുകൊണ്ട് ഈ പ്രസ്താവന തെറ്റായെന്നും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നേരെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കണം. ആദ്യം നിങ്ങൾക്ക് കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾ തരാം.
വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിലൂടെ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രസ്താവന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. അതായത് വലിയ പാടുള്ള പ്രസ്താവനയൊന്നും അല്ല, പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കണം. അവിടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. കൃത്യമായിട്ട് ഇനിയുള്ള എല്ലാ പരീക്ഷയിലും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പരിശീലിക്കണം. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭാഗ്യമല്ല, ആക്ച്വലി ഒരു 50% ഓഫ് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എലിമിനേഷൻ നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകാൻ നോക്കാം. വേർ ഈസ് ദ ഹാർട്ട് ലൊക്കേറ്റഡ്? എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെയാണ്? തൊറാസിക് ക്യാവിറ്റിയിലാണ് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതൊക്കെ വളരെ ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. വിച്ച് പാർട്ട് ഓഫ് ദ ഹാർട്ട് സെപ്പറേറ്റ്സ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല, എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞു പോകാം അല്ലേ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയക്കിടയിൽ എന്താണ്? ഇന്റർ ഏട്രിയൽ സെപ്റ്റം തന്നെ ആയിരിക്കും അതിനകത്ത് വരാൻ സാധ്യതയുള്ളത്, അല്ലാതെ വേറെ ഒന്നും വരത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നർ ലൈനിങ് ഓഫ് ദ ഹാർട്ട് ലിംഫാറ്റിക് ആൻഡ് ബ്ലഡ് വെസൽസ് ആർ ഡെവലപ്ഡ് ഫ്രം. നമുക്ക് കൃത്യമായിട്ട് ആ ഡെവലപ്മെന്റ് സ്ഥാനത്താണ് ഈ ഒരു സംഗതി ഉള്ളത്, പക്ഷേ ഈ ഒരു ഏരിയ എന്ന് വന്നുള്ള ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നോക്കാം. എൻഡോത്തീലിയത്തിൽ നിന്നാണ് നമ്മുടെ ബ്ലഡ് വെസൽസും അതുപോലെ ഇന്നർ ലൈനിങ് ഓഫ് ഹാർട്ടിലെല്ലാം ഡെവലപ്പായി വരുന്നത്. ഹാർട്ട് എന്ന് പറയുമ്പോൾ മീസോഡെർമിൻ്റെ ഒറിജിനൽ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ബ്ലഡ് വെസൽസ് എല്ലാം കൃത്യമായിട്ട് എൻഡോത്തീലിയത്തിൽ നിന്നാണ് നമുക്ക് ഡെവലപ്പായി വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം. ആർട്ടറീസ് ആർ ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് ദ വെസൽസ് വിച്ച്. എങ്ങനെയാണ് നമുക്ക് ആർട്ടറിയെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ ക്ലാസ്സിൽ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വെസൽസ് ദാറ്റ് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ഹാർട്ടിനെയാണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ആർട്ടറി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അടുത്ത് നമുക്ക് നോക്കാം. ഇൻ അഡൽട്ട് ഹ്യൂമൻ ബീയിങ്ങിൽ എത്ര നമ്മുടെ ലീൻ ബോഡിയുടെ എത്ര ശതമാനം വരാൻ സാധ്യതയാണെന്ന് വെച്ചാൽ ഏകദേശം 0.43% ആണ് വെയിറ്റ് വരാൻ സാധ്യതയുള്ളത് അല്ലേ. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അടുത്ത് നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് അബൌട്ട് ഹ്യൂമൻ ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ടിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എൻഡോഡം അല്ല മീസോഡെർമിൻ ഒറിജിനൽ നമുക്കറിയാം. അപ്പോൾ അത് തന്നെയാണ് തെറ്റ്. ബാക്കി നോക്കാം. മയോജനിക്ക് വാൾ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് തിക്കസ്റ്റ് ശരിയാണ് അല്ലേ. അതുപോലെ ഇറ്റ് ഈസ് ഫോർ ചേമ്പാട്, അതൊക്കെ ശരിയാണ്. അപ്പോൾ എ ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ഓർഗൻ ടു സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ഇൻ ബോഡി. കണ്ണും പൂട്ടി എല്ലാവരും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഹാർട്ടാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ആലോചിച്ചും കണ്ടും പറയണം കേട്ടോ. ഏതാണ്? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. നമുക്കിവിടെ എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെ പരിശീലിക്കാൻ നോക്കാം. എന്താണ്? ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഒബ്ലീക്ലി അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മീഡിയാസ്റ്റൈനം. ഓക്കെ, അതുവരെ ശരിയാണ്. ഇൻ ബിറ്റ്വീൻ T5 ആൻഡ് T8 എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ശരിയല്ല ചോദിച്ചിരിക്കുന്നത് ഒന്നുള്ള എല്ലാം ഒഴിവാക്കാം അല്ലേ. ഇതിന് നമുക്ക് C നമുക്ക് ഒഴിവാക്കാം. അതുപോലെ രണ്ടാമത് നോക്കാം. ലെഫ്റ്റ് സൈഡ് ഓറിയന്റേഷൻ ഹാർട്ട് ഈസ് നോൺ ആസ് ലിവോകാർഡിയ. അത് ശരിയാണ്. അപ്പോൾ രണ്ടുള്ളത് മാത്രം എടുത്താൽ മതി. ഇതിലും ഉണ്ട് 2, ഇതിലുണ്ട്, ഇതിൽ 2 ഇല്ല. അപ്പോൾ ഇതും ഡിയും നമുക്ക് ഒഴിവാക്കാം. മൂന്നാമത് നോക്കാം. വേർ ഹാർട്ട് ഈസ് പൊസിഷൻഡ് ഇൻ ദ സെൻറ്റർ ഓഫ് തൊറാസിസ് ഈസ് നോൺ ആസ് മീസോകാർഡിയ. അതും ശരിയാണല്ലേ. മീസോ എന്ന് പറയുമ്പോഴത്തേക്കും സെൻറ്റർ ആണല്ലേ. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? 2ഉം 3ഉം ഉത്തരം ഏതാണ്? ബി ആണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടാ. ശ്രദ്ധിച്ച് നോക്കണേ. ഹാർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് തൊറാസിക് ക്യാവിറ്റി എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ന് വിളിക്കും? റൈറ്റ് സൈഡ് ആണെങ്കിൽ ഡെക്സ്ട്രോകാർഡിയ എന്ന് വിളിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ് വരുന്നത്? ഹാർട്ട് സിറ്റുവേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് തൊറാസിക് ക്യാവിറ്റി. അപ്പോൾ നമ്മൾ മീസോകാർഡിയ എന്ന് വിളിക്കുന്നത്, അത് നമുക്കറിയാം. അപ്പോൾ അടുത്ത ചോദ്യം എന്നാ വരുന്നത്? ആവറേജ് വെയിറ്റ് ഓഫ് ഹാർട്ടിന് അഡൽട്ട് ഫീമെയിൽ ഏകദേശം 250 ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അതിൽ അഡൽട്ട് മെയിൽ ആണെങ്കിൽ ഏകദേശം 300 ഗ്രാമാണ് നമുക്ക് അതിൻ്റെ വെയിറ്റ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കിവിടെ കൃത്യമായിട്ട് എലിമിനേഷൻ ടെക്നിക്ക് ഒന്ന് പരിശീലിച്ച് നോക്കാം. ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് ബേസ് ഓഫ് ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് പോസ്റ്റീരിയർലി. ശരിയാണ്, ബാക്കിലാണ്. ആൻഡ് ഈസ് ഫോംഡ് ബൈ ലെഫ്റ്റ് ഏട്രിയം. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി, ലെഫ്റ്റ് ഏട്രിയമാണ് ബാക്കിലുള്ളത്. അത് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്ന് ഏതൊക്കെ ഓപ്ഷൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടോ അവയെ മാത്രം എടുത്താൽ മതി. കാരണം ശരിയല്ല ചോദിച്ചിരിക്കുന്നത്, ഒന്ന് ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എയോ അല്ലെങ്കിൽ ബിയോ മാത്രമേ ഉത്തരം വരത്തുള്ളൂ. സിയും വരത്തില്ല, ഡിയും വരത്തില്ല. സംശയമില്ല, ഒരു കാര്യം സംശയമില്ല അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത് നോക്കാം. സുപ്പീരിയർ നാരോ സർഫസ് ഓഫ് ഹാർട്ട് ഈസ് നോൺ ആസ് അപ്പെക്സ് ഓഫ് ഹാർട്ട്. തെറ്റിപ്പോയി. ഇൻഫീരിയർ നാരോ സർഫസിനെയാണ് നമ്മൾ അപ്പെക്സ് എന്ന് വിളിക്കുക. അപ്പോൾ 2ഉള്ളതെല്ലാം കളഞ്ഞൂടെ മക്കളെ? 1ഉള്ളതെല്ലാം എടുക്കണം, 2ഉള്ളതെല്ലാം കളയണം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ 2ൽ മാത്രമേ 2ഉള്ളൂ. അപ്പോൾ അതൊരു ഇൻഡിക്കേഷൻ മാർക്കല്ല. ഇതിൽ ഏതൊന്നും തിരിച്ചറിഞ്ഞെടുക്കണമെങ്കിൽ മൂന്നാമത്തെ പ്രസ്താവന നോക്കിയാലേ പറ്റത്തുള്ളൂ. നോക്കാം. ബേസ് ഓഫ് ദ ഹാർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് അല്ലേ. സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് ബേസ് ഓഫ് ദ ഹാർട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ഉത്തരം ബി ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മറ്റേ സാധനം അത്രയും കിടിലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയല്ലേ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം.
അവിടെ നോക്കാം ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ഇൻകറക്റ്റ് ഫ്രം ബിലോ. തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ദ പോയിന്റഡ് എൻഡ് ഓഫ് ദ ആൻഡ് ഈസ് പ്ലേസ്ഡ് ഇൻഫീരിയർലി അല്ലേ. അപ്പെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പോയിന്റഡ് എൻഡ് ആണ്, അത് താഴേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ശരിയോ തെറ്റോ? അത് ശരിയായ പ്രസ്താവനയാണ്. തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്? തെറ്റ് ചോദിച്ചത് കൊണ്ട് തന്നെ ഇത് എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് കളയാം. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളയാം. അത് വേണ്ട, അതൊരിക്കലും ഉത്തരമായിട്ട് വരത്തില്ല. ഇനി നോക്കാം. ദ അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് റെസ്റ്റ് ഓൺ ഡയഫ്രം. അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് റെസ്റ്റ് ഓൺ ഡയഫ്രം എന്ന് പറഞ്ഞാൽ അപ്പെക്സ് താഴെയാണ്, ഡയഫ്രമാറ്റിക് സർഫസ് ആണ്. ശരിയായ പ്രസ്താവനയാണ്. രണ്ടുള്ളതും വരത്തില്ല അല്ലേ, രണ്ടുള്ളതും വരത്തില്ല. അപ്പോൾ ഏതൊക്കെ? ഇതും വരത്തില്ല, ഇതും വരത്തില്ല. ഇത് മൂന്നാമത് നോക്കാതെ നമുക്ക് പറയാം എന്താണ്? നോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തതും ശരിയായിരിക്കും, ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല അല്ലേ. ഇത് നോക്കാം. ദ അപ്പെക്സ് ഓഫ് ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ഇൻ അഡൽട്സ് ജസ്റ്റ് മീഡിയൽ ടു ദ മിഡ് ക്ലാവിക്കുലർ ലൈൻ. ശരിയാണോടെ? അത് ശരിയാണല്ലേ. അപ്പെക്സ് എന്ന് പറയുമ്പോൾ താഴെയാണ്, ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ്, അതുപോലെ മിഡ് ക്ലാവിക്കുലർ ലൈനിന് ജസ്റ്റ് മീഡിയലാണ്. ശരിയാണ്. അപ്പോൾ അതും ശരിയല്ലേ. അപ്പോൾ നമുക്കത് നോക്കാതെ ഉത്തരം കിട്ടിയില്ലേ? നോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാടാ. എന്താണ്? ദ അപ്പെക്സ് ഓഫ് ഹാർട്ട് ഈസ് ഫോംഡ് ബൈ. ഏതാണ്? മെയിൻലി ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ. ഏതാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് അപ്പെക്സ് ഓഫ് ഹാർട്ടിലുള്ളത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആന്റീരിയർ സർഫസ് ഓഫ് ഹാർട്ട് ഈസ് അതർവൈസ് കാൾഡ് ആസ്. ആന്റീരിയർ സർഫസ് നമ്മൾ എന്ന് വിളിക്കും? സ്റ്റേണോ കോസ്റ്റൽ സർഫസ് എന്ന് വിളിക്കും അല്ലേ. സ്റ്റേണോ കോസ്റ്റൽ സർഫസ് എന്ന് വിളിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അടുത്ത നോക്കാം. എന്താ വരുന്നത്? ആന്റീരിയർ സർഫസ് ഹാർട്ട് ഈസ് മെയിൻലി ഫോംഡ് ബൈ. ഏതൊക്കെയാണ് ആന്റീരിയർ സർഫസിൽ പ്രധാനമായിട്ടും വരുന്നത് മക്കളെ? ഒറ്റ കാര്യം, റൈറ്റ് വെൻട്രിക്കിളാണ് ആന്റീരിയർ സർഫസിൽ വരുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത പ്രസ്താവന ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് കറക്റ്റ് ഫ്രം ബിലോ. താഴെ തന്നിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകൾ ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. നോക്കാം. പോസ്റ്റീരിയർ സർഫസ് മെയിൻലി ഫോംഡ് ബൈ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പാർട്ട്ലി ബൈ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് ഏട്രിയം. ഏതൊക്കെയാണ്? പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ശരിയല്ലേ? അപ്പോൾ തെറ്റല്ലേ? തെറ്റാണ്. അപ്പോൾ തെറ്റ് ഉള്ളതെല്ലാം എടുക്കാമല്ലോ. സി എടുക്കാം. അപ്പോൾ ഇതിൽ ഒന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് കളയാം. ബാക്കി എല്ലാത്തിലും ഒന്ന് ഭാഗമായി വരുന്നുണ്ട്. ദ ഡയഫ്രമാറ്റിക് സർഫസ് ഫോംഡ് ബൈ ബോത്ത് വെൻട്രിക്കിൾസ് മെയിൻലി ലെഫ്റ്റ്. ഡയഫ്രമാറ്റിക് സർഫസിൽ പ്രധാനമായിട്ടും രണ്ട് വെൻട്രിക്കിൾസും ഉണ്ട്, പ്രധാനമായിട്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ. അത് ശരിയായ പ്രസ്താവനയല്ലേ മക്കളെ? ആണ്. അപ്പോൾ ഇത് തെറ്റാണെന്ന് ഇവിടെ പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചൂടെ? ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് വരുന്നത്? അപ്പോൾ ഒന്ന് തെറ്റാണെന്ന് മനസ്സിലായി, രണ്ട് ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളയാൻ പറ്റും. രണ്ട് ശരിയാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. ഇനി ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. അതൊക്കെയാണ്. റൈറ്റ് പൾമണറി സർഫസ് ഓഫ് ഹാർട്ട് ഈസ് ഷോർട്ടർ റൗണ്ടഡ് ആൻഡ് ലോങ് സർഫസ് ഓഫ് ഹാർട്ട് ഫോംഡ് ബൈ റൈറ്റ് ഏട്രിയം സുപ്പീരിയർ ആൻഡ് റൈറ്റിൽ. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇത് നമുക്ക് കളയാം. ഓൺലി 1 സി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. റൈറ്റ് ബോർഡർ ഓഫ് ദ ഹാർട്ട് ഈസ് ഫോംഡ് ബൈ ലെഫ്റ്റ് ഏട്രിയം. റൈറ്റ് ബോർഡർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഏട്രിയം ആണോ? അല്ല, റൈറ്റ് ഏട്രിയം ആണ് ഉണ്ടാകുക അല്ലേ. അപ്പോൾ അത് ശരിയല്ലല്ലോ. ഒന്നുള്ളതെല്ലാം കളഞ്ഞൂടെ? ഇതും കളയാം. ഇതും ഒരെണ്ണം സി മാത്രം നമുക്ക് കളയാം അല്ലേ. ഇനി നമുക്ക് നോക്കാം. ഇൻഫീരിയർ ബോർഡ് ഓഫ് ദ ഹാർട്ട് ഈസ് മെയിൻലി ഫോംഡ് ബൈ റൈറ്റ് വെൻട്രിക്കിൾ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, നമുക്കറിയാം. ആൻഡ് പാർട്ട്ലി ബൈ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതുപോലെ അപ്പോൾ അത് രണ്ടുള്ളതെല്ലാം എടുക്കാമല്ലോ. രണ്ട് ഏതിലൊക്കെ ഉണ്ട്? ഇതിലും ഉണ്ട് അല്ലേ, ഇതിലും ഉണ്ട് അല്ലേ. ഇത് രണ്ടും മാത്രം എടുത്താൽ മതി. ഇതിന് നമുക്ക് കളയാം. രണ്ട് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തേ. ലെഫ്റ്റ് ബോർഡർ ഓഫ് ഹാർട്ട് ഈസ് മെയിൻലി ഫോംഡ് ബൈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് പാർട്ട്ലി ബൈ ലെഫ്റ്റ് ഏട്രിയം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് ഏത് നോക്കാം? ഇതിൽ 3 വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡി സെലക്ട് ചെയ്യാം. നാലാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാതെ തന്നെ നമുക്ക് ഡി എന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡാഷ് ഈസ് എ കോണിക്കൽ സ്മൂത്ത് വാൾഡ് പാർട്ട് ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ. ഇറ്റ് സെർവ്സ് ആസ് ഔട്ട്ഫ്ലോ ട്രാക്ട് ലീഡിംഗ് ടു ദ പൾമണറി ട്രങ്ക്. നമുക്കറിയാം ഏതാണ്? ഇൻഫണ്ടിബുലമാണ് അല്ലേ. എന്താണ്? ഇൻഫണ്ടിബുലമാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഫണ്ടിബുലം ഇസ് ലൊക്കേറ്റഡ് എവിടെയാണ്? റൈറ്റ് ഏട്രിയത്തിലല്ല, റൈറ്റ് വെൻട്രിക്കിളിലാണ് ഇരിക്കുന്നത് അല്ലേ ഇൻഫണ്ടിബുലം. നമുക്കറിയാം. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. പിന്നെ ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. ഇൻഫണ്ടിബുലം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ റൈറ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട് ജസ്റ്റ് എബോവ് ദ പൾമണറി വാൽവ് എന്ന് പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ശരിയാണെന്ന് തോന്നണമെങ്കിലും ജസ്റ്റ് ബിലോ ദ പൾമണറി വാൽവ് ആണ്. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവനയുടെ ഓപ്ഷനിൽ ഈ ഒന്നാമത്തുണ്ടെങ്കിൽ എല്ലാം കട്ട് കളഞ്ഞൂടെ? ഉണ്ടോ? ഇതിന്റെ ഭാഗമായി 1 വന്നിരിക്കുന്നു. അപ്പോൾ അത് ഒരിക്കലും വരത്തില്ല. ഇതിന്റെ ഭാഗമായി 1 വന്നിരിക്കുന്നു. അതൊരിക്കലും വരത്തില്ല. ആളവതേ പോകുന്ന അതിലും 1 ഉൾപ്പെടില്ലേ? അതും വരത്തില്ല. ഒറ്റ പ്രസ്താവനയെ തന്നെ നമ്മൾ എന്തായി? ഉത്തരം കണ്ടെത്തി അല്ലേ.
2 and 3 ശരിയായിരിക്കും ഈ പ്രസ്താവനയിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇൻഫണ്ടിബുലം ഫോംസ് പാർട്ട് ഓഫ് ദ ബൾബസ് കോർഡീസ് വിച്ച് ലേറ്റർ ഡെവലപ്സ് ഇൻ ദ പാർട്സ് ഓഫ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ട്രാക്സ്. യെസ്, കറക്റ്റ് ആണ്. അതുപോലെ ഇൻഫണ്ടിബുലം ഹാർട്ട് ഈസ് ആൾസോ കാൾഡ് ദ കോണസ് ആർട്ടിയോസസ് അല്ലേ, അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കത് വായിക്കാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. ഇനി നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദ 4 ഡിഫക്ട്സ് ഇൻ ദ ടെട്രോളജി ഓഫ് ഫാലറ്റ്. TOF വരാത്തത് ഏത് എന്ന് ചോദിക്കുന്നത്. നോക്കാം. VSD വന്നിട്ടുണ്ട്, പൾമണറി സ്റ്റെനോസിസ് വരും, മൈട്രൽ വാൽവ് പ്രൊളാപ്സ് സ്ഥാനത്ത് വരുന്ന സാധനം അല്ല അല്ലേ, അല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി റെഫേഴ്സ് ടു. റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? റൈറ്റ് വെൻട്രിക്കിളിൻ്റെ വോൾ വലിയ കട്ടിയായിട്ട് മാറും. അതിലെ എന്തുകൊണ്ട്? ഇൻക്രീസ്ഡ് വർക്ക് ലോഡ് കൊണ്ടല്ലേ. അതാണ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. വാട്ട് കോസസ് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് അപ്പിയറൻസ് ടു ഇൻ ടെട്രോളജി ഫാലറ്റ്. നമ്മൾ പഠിച്ചു ബൂട്ടിൻ്റെ അടി നല്ല കട്ടിയുള്ളതായിരിക്കും അല്ലേ. അടിയിലിരിക്കുന്നത് എന്താണ്? റൈറ്റ് വെൻട്രിക്കിളാണ്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ കട്ടി ആകുമ്പോഴത്തേക്കാണ് എന്ത്? ബൂട്ടിൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയാണ് എൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ അടുത്ത നോക്കാം. Which abnormality leads to reduced blood flow to the lungs in tetralogy of Fallot? TOF നമ്മുടെ ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്ന ഏതാണ്? പൾമോണറി സ്റ്റീനോസിസ് ആണല്ലേ. എന്താണ്? പൾമോണറി സ്റ്റെനോസിസ് ആണ്, മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ഇൻകറക്റ്റ് ഫ്രം ബിലോ. തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ശരിയോ തെറ്റോ നോക്കിയിട്ട് തന്നെ ബാക്കിയുള്ള നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നോക്കാം. TOF ഈസ് എ സൈനോട്ടിക് കൺജന്റൽ ഡിസീസ്. തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ശരിയല്ലേ. അപ്പോൾ ഒന്നുള്ളതെല്ലാം കളഞ്ഞൂടെ? ഇത് കളയാം, ഇതിൽ ഒന്നുണ്ട് അല്ലേ. അടുത്തത് VSD ഇൻ TOF കോസസ് മിക്സിംഗ് ഓഫ് ഓക്സിജൻ റിച്ച് ആൻഡ് ഓക്സിജൻ പൂർ ബ്ലഡ്. അതും ശരിയല്ലേ? ശരിയാണ്. രണ്ടുള്ളതെല്ലാം കളയാം, ഇതും കളയാം അല്ലേ. ഇനി രണ്ടേ ഓപ്ഷൻ മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ. പൾമോണറി സ്റ്റെനോസിസ് റെഫേഴ്സ് ടു ദ നാരോയിങ് ഓഫ് ദ അയോർട്ട ഇൻ ടെട്രോളജി ഓഫ് ഫാലറ്റ്. TOF എന്താണ്? അയോർട്ടയുടെ നാരോയിങ് ആണ് പൾമോണറി സ്റ്റെനോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് ശരിയോ തെറ്റോ സംശയം വന്നേക്കാം ചിലർക്ക്. അപ്പോൾ നോക്കാം. ഇത് തെറ്റാണ്. ആക്ച്വലി 3 തെറ്റാണ്. കാരണം എന്താണ്? എന്തിന് നാരോയിങ് ആണ്? അയോർട്ടയുടെ നാരോയിങ് അല്ല മക്കളെ. എന്തിൻ്റെയാണ്? നമ്മുടെ പൾമണറി ആർട്ടറിയുടെ നാരോയിങ് ആണ് പൾമണറി സ്റ്റെനോസിസ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? 3 തെറ്റാണെന്ന് മനസ്സിലായി. പിന്നെയും നമുക്കിവിടെ എലിമിനേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നോക്കാം. ഇൻ ടെട്രോളജി ഓഫ് ഫാലറ്റ് ദ ഓവർ റൈഡിങ് ഓഫ് അയോർട്ട അലോസ് ഓക്സിജൻ പൂർ ബ്ലഡ് ടു ഫ്ലോ ഇൻ ടു ദ അയോർട്ട. അപ്പോൾ അതെന്താണ്? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ എന്താണ്? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓവർ റൈഡിങ് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് അയോർട്ട വഴി പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3, 4 എന്ന ഓപ്ഷൻ കളയാം. ഓൺലി 3 ആയിരിക്കും ഉത്തരം. C ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. ശരിയായത് ചോദിച്ചിരിക്കുന്നു. റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഓക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ ഹാസ് ടു വർക്ക് ഹാർഡർ ടു പമ്പ് ബ്ലഡ് ത്രൂ ദ നാരോഡ് പൾമോണറി വാൽവ്. അത് ശരിയാണ്. അപ്പോൾ അതുള്ളതെല്ലാം ചൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്? ആൾ ഓഫ് ദ ബോയിലുണ്ട്, ഒന്നുണ്ട്, ഇതിലുണ്ട്, ഇതിൽ മാത്രം ഒന്നില്ല. അപ്പോൾ അതുകൊണ്ട് കളയാം അല്ലേ, മറ്റേ കളയാം. അതുപോലെ ഇൻ TOF ഹാർട്ട് ബിക്കംസ് ബൂട്ട് ഷേപ്ഡ്. അത് ശരിയാണ് അല്ലേ. ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് നോക്കാം. രണ്ടാമത്തെ ശരിയായത് കൊണ്ട് തന്നെ 2 ഉള്ളതിനെ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇത് 2 ഇല്ലാത്തതുകൊണ്ട് അതും കളയാം. ഇപ്പോൾ ഇതിലുണ്ട്, ഇതിലുണ്ട്. ഇനി നോക്കാം. ടെട്രോളജി ഓഫ് ഫാലറ്റ് ഇൻവോൾവ്സ് 4 സ്ട്രക്ചറൽ ഡിഫക്ട്സ് ഓഫ് ദ ഹാർട്ട് ഇൻക്ലൂഡ്സ് ASD, പൾമണറി സ്റ്റെനോസിസ്, ഓവർ റൈഡിങ് ഓഫ് ഹെഡ്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. എല്ലാം ശരിയാണോ? അല്ല. ASD അല്ല മക്കൾ. എന്താ വരുന്നത്? VSD ആണ്. അപ്പോൾ എന്താണ്? ആൾ ഓഫ് ദ എബോവ് ഒരിക്കലും വരികയില്ല അല്ലേ. അതിനെ വെട്ടിക്കളയാം. 1 and 2 A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ ഞാൻ പറഞ്ഞു തരികയും നമ്മുടെ എക്സാമിനേഷൻസ് എഴുതി പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ എലിമിനേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിലൊരു എക്സ്പെർട്ടായിട്ട് മാറും. ഇത് സഹകാരിയുടെ കുട്ടികളെ ഉറപ്പായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും. 2 or 3 മാർക്ക് എക്സ്ട്രാ വാങ്ങിത്തരാനുള്ള കേപ്പബിലിറ്റി എൻ്റെ കുട്ടിയെ കൊണ്ടാവും. അങ്ങനെ വരുന്ന കുട്ടികൾ ആദ്യ റാങ്കുകളിലേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ ഈ വരാൻ പോകുന്ന എക്സാമിനേഷൻ നമ്മൾ മലർത്തിയടിക്കുകയും ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. ആ കോൺഫിഡൻസ് നിങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ കോൺഫിഡൻസ് നിങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ ജോലിയോടൊപ്പം നിങ്ങളുടെ പഠനവും കൃത്യമായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ റാങ്ക് സഹകാരി റേസ് പ്ലസിൻ്റെ ചുണക്കുട്ടികളുടെ കയ്യിലിരിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അപ്പോൾ എല്ലാവരും വളരെ ക്രിയേറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഇതിൻ്റെ എക്സാമിനേഷൻ എഴുതുക. കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങൾ പരീക്ഷയിലുണ്ടായിരിക്കും. പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ കിട്ടും. അപ്പോൾ എല്ലാ പേർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ നേരുകയാണ്. താങ്ക് യു.